വെരി ഫേമസ്. മമ്മൂക്കടോട്ട് ഈ ഫോട്ടോ എന്റെ മുഖം കണ്ടാലറിയാം. ചിരിച്ചിട്ട് ഞാൻ ചെവി വരെ എത്തിയിട്ടുണ്ട് എന്റെ ചിരി. കണ്ടത് ചൂട് കണ്ട മനസ്സിലായോ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അത് പാടുമ്പോൾ ഒരു പോക്കുണ്ട്. ആ വാക്കുകളൊക്കെ ഇങ്ങനെ ആ സ്പീഡും നോട്ടത്തിന്റെ സ്പീഡും കൂടി മാച്ച് ആവില്ല, ഈ ടാബിലെ നോട്ടം കൂടി. പിന്നെ അങ്ങോട്ട് രമ്യ നമ്പീശനും ഞാനും കൂടെ അത് ടൈം സ്ക്വയറാ. ടൈം സ്ക്വയറില് ആരും നോക്കാനില്ലല്ലോ, എന്താ ചെയ്യേണ്ടത്, എന്ത് തോന്നിയാസം ചെയ്യാം. അപ്പൊ ഞങ്ങള് പോയിട്ട് അവിടെ നോക്കുമ്പോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പലതരം ഈ സ്പൈഡർമാന്റെ വേഷത്തിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ രാത്രി അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ യോഗയും ഡാൻസും ആണ് അവിടെ ചെലവാവാൻ നല്ലത്. ഞങ്ങൾ ഇങ്ങനെ പോയിരുന്നപ്പോ കുറച്ച് പിഷാരടി ഞങ്ങളെ കൊണ്ട് ഇത് കളിപ്പിച്ചു, തിരുവാതിരയും പിന്നെ കുറച്ച് മറ്റത് അങ്കന അതല്ലേ, അതിന്റെയൊക്കെ വീഡിയോ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. അലൻ ജോസ് പെരേര ഓർ ആറാട്ടൻ. ചരാതുകൾ തോറും നിൻ തീയോർമയാ തരാതിപ്പോ ചാരുവാമും മകള ചുഴലും നൂരി കുറ്റാക്കൂരിരുൾ കഴിയോളം ഞാനെരിയ So guys, let's welcome the famous Sitara Krishnakumar to Framex Studio. So നിങ്ങളുടെ സിത്തുമണി, എൻ്റെ സിത്തു. വെൽക്കം ടു ദ ഹോട്ട് സീറ്റ് സിത്തു. നമസ്തേ ചേച്ചി. ഭയങ്കര ഫോർമലായിട്ട്. സിത്തു, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എനിക്കറിയാം സിത്തുവിൻ്റെ ഒരു മ്യൂസിക്കൽ ജേർണി എങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് സിത്തു കുഞ്ഞിലെ എങ്ങനെയായിരുന്നു, ആ മ്യൂസിക്കിൻ്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു, ക്ലാസിക്കൽ എപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്, അതൊക്കെ ഒന്ന്. ഞാനൊരു 4 years മുതലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്. ഡാൻസും മ്യൂസിക്കും ഒരേപോലെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ കുറേശ്ശെ പാട്ടിനോടൊക്കെ ഇഷ്ടമുണ്ട്, കുറേശ്ശെ പാടും. പക്ഷെ ആരും അങ്ങനെ പ്രൊഫഷണലി അത് പർസ്യൂ ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മുടെ ഒരു താല്പര്യം നോക്കിയിട്ടൊന്നും ആയിരിക്കില്ല. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആക്കെ പഠിപ്പിച്ച് നോക്കാമെന്ന് വിചാരിക്കില്ലേ. അങ്ങനെയാണ് അമ്മയാണത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. അമ്മ കൊണ്ടുപോയി നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് ആക്കി തന്നു. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ചേച്ചിമാരുടെ കൂടെയൊക്കെയാണ് ക്ലാസ്സിനൊക്കെ പോയിരുന്നത്. അങ്ങനെ രാമനാട്ടുകര സതീശൻ എന്ന് പറഞ്ഞ മാസ്റ്റർ കീഴിലാണ് പാട്ട് പഠിക്കണേ. കലാമണ്ഡലം വിനോദ് ടീച്ചറുടെ അടുത്താണ് ഡാൻസ് പഠിക്കണേ. അപ്പോൾ അതിങ്ങനെ പോകെ ആ സമയത്തൊന്നും അങ്ങനെ വലിയ ഗൗരവത്തിലൊന്നും അല്ല പഠിക്കണേ. ഇത് ഇപ്പൊ പോണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. ഒരു 10th standard ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്കിത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇത് പഠിക്കണം, ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുള്ള അതിനൊരു ഗ്രാമർ ഉണ്ട്, അത് അങ്ങനത്തെ ഒരു തോന്നലൊക്കെ വരുന്നത്. അപ്പം പിന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിൻ്റെ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി ഉസ്താദ് ഫയാസ് ഖാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത്. ടീച്ചറുടെ അടുത്ത് ഡാൻസ് ഞാൻ ടീച്ചറുടെ അടുത്ത് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഫയാസിയുടെ അടുത്ത് ചേർന്ന് കോളേജിലൊക്കെ ഞാൻ ഫറൂഖ് കോളേജിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലും ആയിട്ടാണ് ഗ്രാജുവേഷനും PG ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തും ഉസ്താജിയുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് PG ചെയ്യാൻ വേണ്ടിയിട്ട് കൽക്കട്ടയിൽ പോയിട്ട് അവിടെ അങ്ങനെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോഗ്രസ് അതെ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് സിത്തു അങ്ങനെ ഒരു ഇന്ന ജോണർ ഓഫ് മ്യൂസിക് മാത്രമേ കേൾക്കുള്ളൂ, അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏത് പാട്ടും കേൾക്കാൻ ഓപ്പൺ ആണ് തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ വളർന്നു വരുന്നതിൽ നമ്മൾ ജനിച്ചു വരുമ്പോൾ അത് കുറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകൾ. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ കൂടുതലും ക്ലാസിക്കൽ, കൂടുതൽ കർണാടക കേട്ട് വളർന്ന ആൾക്കാരാണ്. അപ്പം അത് കുറേ ഇൻഫ്ലുവൻസ് ചെയ്തോ, അല്ലെങ്കിൽ ഗസൽസ് കുഞ്ഞിലെ കേട്ട് വളർന്നത് കൊണ്ടായിരിക്കുമോ നമ്മൾ കൂടുതലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് ചേച്ചിക്കൊക്കെ അറിയണ മാതിരി ചേച്ചിയുടെ വീട്ടിൽ അധികം കർണാട്ടിക്കിനോട് ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നല്ലോ. അച്ഛനാണെങ്കിലും അങ്ങനെയൊക്കെ. ഞങ്ങളുടെ സൈഡ് എൻ്റെ അടുത്താണെങ്കിലും അതേപോലെ അവിടെ കുറച്ചും കൂടി ക്ലാസിക്കൽ മ്യൂസിക്കിനേക്കാൾ കൂടുതൽ ഓഫ്കോഴ്സ് ഈ MSMയുടെ പാട്ടൊക്കെ രാവിലെ വെക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അതല്ലാണ്ട് ഈ പഴയ ലളിത ഗാനങ്ങൾ അങ്ങനെ കേൾക്കുന്നത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ നിന്നുള്ള കേൾവിയുണ്ട്. അറ്റ് ദ സെയിം ടൈം ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. അതായത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള സുഹൃത്തുക്കൾ പലതരം മ്യൂസിക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക്. ഗസൽസൊക്കെ ഒരു വളരെ കുട്ടിക്കാലത്ത് തന്നെ
നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയിൽ വീത്രാഗ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഭയങ്കര സിംഗറാണ്, മ്യൂസിഷ്യനാണ്. അപ്പം കുട്ടേട്ടൻ്റെ കാസറ്റ്സ് ഒക്കെ അച്ഛൻ്റെ സ്റ്റുഡൻസ് ഒക്കെ കൊണ്ടു തരുമായിരുന്നു. അപ്പം അതിനകത്തു നിന്നാണ് ഞാൻ ഹരിജിയുടെ ഗസൽസും അതും ഇതൊക്കെ കേൾക്കണേ. പിന്നെ അതിനോട് ഇഷ്ടമുള്ള അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, ഈ മെഹഫിലായിട്ട് ഇരിക്കാനും ഒക്കെയുള്ള. അപ്പം അങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നു. അങ്ങനെ പല സമയത്തും പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇപ്പൊ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരാണ് മേ ബി വേൾഡ് മ്യൂസിക്കിലേക്ക് ഒരു എക്സ്പോഷർ ഉണ്ടാക്കുന്നത്. അത് സിനിമയിലൊക്കെ പാടുന്ന മാത്രമല്ല, പുതിയ ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ സുഹൃത്തുക്കൾ തന്നെയാണ് മെയിനായിട്ട്. അതെ. അപ്പം ഏത് പ്രായത്തിലാണ് നമ്മൾ ഒരു ഇതിലോട്ട് കയറുക? ഗന്ധർവ സംഗീതത്തിലാണ് ആദ്യം റിയാലിറ്റി ഷോയില് സിത്ത് കയറുന്നത്. അത് ഏത് പ്രായത്തിലായിരുന്നു? ഞാൻ 2003-4 യൂത്ത് ഫെസ്റ്റിവൽസ് ആയിരുന്നു അതുവരെ ചെയ്തുകൊണ്ടിരുന്നതല്ല. ആ സമയത്ത് അതാണ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക എന്നുള്ളതാ. അപ്പൊ അതിലിങ്ങനെ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഒരു എൻകറേജ്മെന്റ് ആണല്ലോ, അപ്പൊ കൂടുതൽ ചെയ്യാൻ തോന്നും. അപ്പൊ അതിനു വേണ്ടി അച്ഛനും അമ്മയും നല്ലോണം ഭയങ്കരമായിട്ട് എന്നെ എല്ലാ പ്രാക്ടീസും ഒക്കെ അവർ ചെയ്യിക്കായിരുന്നു. ഒരിക്കലും എന്നെ അങ്ങനെ ഒരു പ്രഷർ എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കിടക്കണതിന് തൊട്ട് മുമ്പായിട്ട് അച്ഛനും അമ്മയും ഓഡിയൻസിനെ പോലെ ഇരിക്കും കട്ടിലിന്റെ മുകളിൽ. എന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട് എല്ലാ ഐറ്റവും അവതരിപ്പിച്ച് കാണിക്കുക. അങ്ങനെ ലൈറ്റായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. അത് പിന്നെ ടെലിവിഷന്റെ ഷോസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കുറച്ചും കൂടി പോപ്പുലർ ആവുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഗന്ധർവ സംഗീതത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. 2004 ആ സമയത്ത് നമുക്ക് ഒറ്റ കോമ്പറ്റീഷൻ മാത്രമല്ല, പലതിലും പങ്കെടുക്കാം. അപ്പം ഞാൻ ആ സമയത്ത് ഗന്ധർവ സംഗീതത്തിലും പിന്നെ ഏഷ്യാനെറ്റിന്റെ സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ ഉണ്ട്, അതും ജീവൻ ടിവിയുടെ ഒരു വോയിസ് 2004 എന്ന് പറഞ്ഞിട്ട് 3 കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് 3 സൈമൾട്ടേനിയസ് ആയിട്ടാ. അപ്പൊ ഒരാഴ്ച ഒരു ചാനലിലാണെ അങ്ങനെ മറ്റേ കോമ്പറ്റീഷൻ തൊഴിലാളി മാതിരി പോകും. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിയിലാണല്ലോ, കാലിക്കറ്റ് മലപ്പുറമാണ്. അപ്പൊ ഇവിടുന്ന് എന്തിനും നമ്മൾ ട്രിവാൻഡ്രം വരെ പോകണം. അപ്പൊ അതൊരു വീക്ക്ലി ട്രാവൽ ചെയ്ത് വരില്ലായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ട്രെയിനിൽ എപ്പോഴും അമ്മയും ഞാനും അച്ഛനായിട്ട് യാത്ര ചെയ്യാം. അപ്പൊ ആ ഒരു കൊല്ലം ആ 3 ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു 2004. അപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്ന നമ്മൾ ഒരിക്കലും ആ സമയത്ത് ഭയങ്കരമായിട്ട് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തോ നടന്നു ഒന്നുമില്ല, സമ്മാനം കിട്ടി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ടി വിയിലുള്ള ഷോസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാനൊക്കെ വിളിക്കുക. ഞാൻ +2 കഴിഞ്ഞ സമയം അത് അങ്ങനെയാണ് കുറേ കൂടി എന്താ പറയാ നമുക്ക് ടെലിവിഷനിലൊക്കെ ഒരു പ്രസൻസ് വരുന്നത്. കാരണം യുവജനോത്സവത്തിലൊക്കെ കലാതിലകമായിരുന്നു. അപ്പം ഇപ്പം കൂടുതലും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ഷോയിലാണ്, യുവജനോത്സവത്തെക്കാട്ടിലും അല്ലെ കല. അപ്പൊ ആ ഒരു എനിക്കൊന്ന് സിത്തു 2 കണ്ടിട്ടുണ്ട്. യുവജനോത്സവത്തിലെ ആ ഒരു തിരക്കേറിയ ഒരു ഇതും കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ റിയാലിറ്റി ഷോയിലെ പ്രഷറും സിത്തുവിനറിയാം. അതെങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ നോക്കി കാണുമ്പം അതെങ്ങനെയായിരുന്നു ആ ഒരു ഇത്? പ്രഷറൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ ആ ഒരു ഏജ് അല്ലേ നമ്മുടെ ഈ കുട്ടികൾ പങ്കെടുക്കാൻ വരുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏർലി ടീൻസും. യൂത്ത് ഫെസ്റ്റിവലിലാണെങ്കിൽ കുറച്ചും കൂടി കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ഇതിനെ പറ്റി വലിയ ബോധമില്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേക ധൈര്യം ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടൊരു നമുക്ക് ബോധ്യവും ഒക്കെ വരുമ്പോഴാണ് പേടിയൊക്കെ കൂടെ വരിക, ടെൻഷൻ വരിക, ആളുകൾ സ്റ്റേജിൽ കയറുമ്പോൾ. അപ്പം അതൊക്കെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഏർലി ടീൻസ് ഒക്കെ ആണല്ലോ നമ്മുടെ. അപ്പം നമ്മുടെ ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരുവപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ. എങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം എന്നറിയില്ല. അപ്പൊ നമ്മൾ ആൾക്കാർ പറഞ്ഞു തരുന്നത് പോലെ ചെയ്യും, അതുപോലെ പാടും. അല്ലാണ്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വരുന്നല്ലോ. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചാൽ വളരെ ഫോർമറ്റീവ് ആയിട്ടുള്ള ഒരു സമയമാണല്ലോ അത്. അപ്പൊ അത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അത് ഇപ്പോഴും വ്യത്യാസമില്ല. കുട്ടികളെല്ലാവരും ആ ഒരു ഏജിൽ അവരുടെ മാനസികാവസ്ഥയൊക്കെ അവരുടെ എക്സ്പോഷർ ഡിഫറെന്റ് ആയിരിക്കാം, പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സിമിലർ. അപ്പൊ നമുക്ക് അവരെ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും ഇപ്പൊ അവരുടെ മനസ്സിൽ കൂടെ പോണത് എന്നൊക്കെ ഉള്ളത്. ഒരുപാട് ആലോചനകളും ചിലപ്പോൾ ഒരുപാട് ഓവർ തിങ്കിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം ചില കുട്ടികൾ ഇങ്ങനെ പേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൽ പേടിക്കുക അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല, തൽക്കാലം പേടിക്കുക. ആ പേടി മാറും. അത് നമ്മൾ കുറച്ച് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പൊ ഞങ്ങളെക്കാട്ടിലും മുതിർന്ന ആൾക്കാർ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്, ഇപ്പൊ നിങ്ങൾ ഉണ്ടാവണ ചില നമ്മുടെ കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ പ്രൊഫഷണലി ഉള്ള, അതൊക്കെ മാറും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ, കാരണം അവർ അത്രയും കൂടി വർഷം കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ പേടിയൊക്കെ മെല്ലെ 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 മാറും. നമുക്ക് ഫാമിലിയിൽ തുടങ്ങാം. സായു ഞാൻ ആദ്യം തുടങ്ങാം. സായുവിന്റെ ഫ്രണ്ടിൽ സിത്തു എന്നുള്ള അമ്മ എന്ന് പറയുന്നത് ഡാൻസറാണ്, ലിറിസിസ്റ്റാണ്, കമ്പോസറാണ്, ഓൺട്രപ്രണറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്, മ്യൂസിഷ്യനാണ്. അപ്പം
ഇപ്പൊ അവൾക്ക് എത്രാം ക്ലാസ്സിലാ? അവള് 7th. 7th അപ്പം അവളിപ്പോ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ഒരു റോൾ മോഡൽ ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി അവൾക്ക്. അപ്പൊ അതെങ്ങനെയാ അവള് നോക്കി കാണുന്നതിനെ? അവൾക്ക് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സിത്തു? അവൾക്ക് റോൾ മോഡലാണോന്ന് ചോദിച്ചാൽ ച്ചാ എനിക്കറിയില്ല. അറിയത്തില്ല. പക്ഷെ അവൾക്ക് അവൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാ ആ. കൂട്ടത്തിൽ. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് പോവുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നല്ലത് പറയുക, പാട്ട് കേട്ടിട്ട് നല്ലത് പറയാം. ഇപ്പം ഇപ്പം അതിലൊക്കെ അവള് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആ. നമ്മൾ തിരിച്ചുണ്ടാവില്ലേ, കുട്ടികളെ പറ്റി അതെ ഉണ്ടാവില്ലേ, അതെ അതെ അതേമാതിരി അതെ. ഞാൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. അവർ ഭയങ്കര ഭയങ്കര സ്വീറ്റ് ഹാർട്ട്സ് ആണ്, ഭയങ്കര അതെ അതെ വെൽക്കമിങ് ആയിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അതുപോലെ അവൾക്കും. പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ അമ്മമ്മയാണേ, അതായത് എൻ്റെ അതെ അമ്മയാണല്ലോ. അതെ അപ്പം അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് അവളുടെ മുകളിൽ കൂടുതലുള്ളത്. അതെ അതെ അപ്പൊ അമ്മ ഇത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണേന്നനുസരിച്ചിട്ടാണല്ലോ അതെ അവളുടെ ഒരു അതെ. അപ്ബ്രിങ്ങിങ്ങിൽ ഇത് ഉണ്ടാവുക. ഇപ്പൊ ഞാൻ പോണ സമയത്ത്, ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ലോൺലിനെസ്സോ ഉം. ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ മേ ബി അവൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതിപ്പോ അമ്മ ആ സമയം അറിയിക്കുന്നില്ല അവള്. അത് അമ്മ എങ്ങനെയാണോ എന്നെ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, അതേപോലത്തെ ഒരു പ്രസൻസ്, ഇതാണ് ആ ഒരു ഇംപ്രഷനാണ് അവളുടെ അടുത്തും അമ്മ കൊടുക്കണേ. ഉം. അപ്പൊ അന്നാ പിന്നെ അമ്മ പോയിട്ട് നല്ല ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കും, അടിപൊളി പ്രോത്സാഹിപ്പിക്കും. കുപ്പായം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ കളിയാക്കും ചെയ്യും എന്റെ ആണോ? ഫാഷൻ ടേസ്റ്റിനെയൊക്കെ. ഇപ്പം അതെല്ലേ? മറ്റത് മറ്റേ ചെറുതാകുമ്പോ ഇതൊന്നും ഒന്നും മനസ്സിലാവില്ല, നമ്മള് അറിയത്തില്ലല്ലോ. തലയിൽ പൂത്തി കൊടുത്ത് അങ്ങനെ പോവല്ലോ. അത് അതെ. മാറി ഇപ്പൊ ചെറുതായിട്ട് സ്വന്തം ടേസ്റ്റ് ഒക്കെ ഫോം ചെയ്യണ ടേസ്റ്റിലോട്ട് വന്നു സമയമല്ലേ. തുടങ്ങി അവള്. അപ്പൊ അങ്ങനെ പറയുന്നത് ഒരു രസമില്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പോണതും ടി വിയിൽ വരുന്നതും ഒക്കെ അവൾക്ക് ഭയങ്കര ആ, സന്തോഷമാണ്. ഭയങ്കര പിന്നെ പ്രൗഡാണ്. അവൾക്ക് ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾക്കൊക്കെ അമ്മമ്മയാണ്. പക്ഷെ പാട്ടുമായിട്ടോ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം. ആ. സാലിയനെ കുറിച്ചും കൃഷ്ണമാളിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാതെ ഇവിടെ എനിക്ക് തുടങ്ങാൻ പറ്റില്ല. ഏറ്റവും സ്ട്രോങ്സ്റ്റ് പില്ലറാണ്. പില്ലേഴ്സാണ് രണ്ടുപേരും സിത്തുവിൻ്റെ. അവർക്ക് ലൈഫിൽ എന്നെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു നമ്മൾ ഒരു ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഗിഫ്റ്റ് ചെയ്യണമെന്ന് സിത്തുവിന് തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും? എല്ലാം ചേച്ചി. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ഇപ്പോൾ കുട്ടിക്കാലത്തുള്ള സമയത്താണ് നമ്മളൊക്കെ കൂടുതൽ ആ സമയത്ത് കണ്ടിട്ടൊക്കെ ഉള്ളത്. അപ്പം ആം, ആ ഒരു കാലം മുതൽക്ക് തന്നെ അവർ ഒരുപാട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടി. അവർ മേ ബി കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഡാൻസും Journey. പാട്ടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ആ, അങ്ങനത്തെ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നാത്ത രീതിയിൽ വേണമല്ലോ ചെയ്യിക്കാൻ. അത് അപ്പൊ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എന്താ വെച്ചാല്, നമുക്കിപ്പോ ലൈഫിലൊരു എയിം ഉണ്ടാവും എന്നൊക്കെ പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എന്തൊക്കെ വേണോ അത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ. എന്തെന്നില്ല, എന്തുന്നില്ല, എന്തും എന്തും. ചെയ്യാന്നുള്ളതാണ്, എന്തും ചെയ്യാന്നുള്ള. അതെ അതെ അതെ. എനിക്ക് സത്യത്തിൽ ചേച്ചിയുടെ ചെറുപ്പത്തിലുള്ള കാര്യമില്ലേ, ആ. അത് കൂടുതൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവുകളാണ്. അമ്മ 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 ഇങ്ങനെ പറയും, ചേച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട്, ഇവിടെ ബാക്കിയുള്ളവർക്ക് അറിയാമല്ലോ, ചേച്ചി ഭയങ്കരമായിട്ട് പുറപ്പെട്ട് നടക്കും, ഭയങ്കര ഒരുക്കാണ് ഇപ്പോഴും. ഭയങ്കര ഒരുക്കാണ്. എന്നിട്ട് ചേച്ചീനെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ കളിക്കാനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ചേച്ചീനെ അമ്മയും കണ്ണൊക്കെ എഴുതിച്ചു കൊടുക്കുന്നു. ഉം. അപ്പൊ എന്നിട്ട് ഇങ്ങനെ പറയുന്നത്, അലിമ ഞാനിങ്ങനെ വലുതാകുമ്പോ കല്യാണമൊക്കെ കഴിച്ചിട്ട് ചില ആളുകൾക്ക് ലൈഫിൽ ഒരു എയിം ഉണ്ടാവില്ലേ, അതെ. ചേച്ചിയുടെ അതായിരുന്നു. എന്റെ aim കല്യാണമായിരുന്നു guys, അതാ. അത് നടക്കുകയും പക്ഷെ ചെയ്തു. ഇതേപോലെ സുന്ദരി കുട്ടിയായിരുന്നു കേട്ടോ ചെറുതാകുമ്പോഴും. പിന്നെ നന്നായിട്ട് പാടും ചെയ്യും, അസലായിട്ട് പാടും. പക്ഷെ അച്ഛനും ഇതേമാതിരി മ്യൂസിക്കിനോട് ഭയങ്കര അതെ ടേസ്റ്റ് അതെ ഉണ്ട്. അതെ. ചേച്ചിയുടെ വല്യമ്മ, എല്ലാവരും അച്ഛൻ എല്ലാവരും എല്ലാവർക്കും മ്യൂസിഷ്യൻ. മ്യൂസിഷ്യൻസ് ആണ് അതും എല്ലാവരും. സീരിയസ് മ്യൂസിഷ്യൻഷിപ്പ് അതെ, ഉള്ള സീരിയസ് ആൾക്കാരാണ്. മ്യൂസിഷ്യൻസ് ആണ്, സത്യമാണ്. സജീഷ്, സജീഷിനെ എവിടെ വെച്ചാ നിങ്ങൾ ഒരു ലവ് സ്റ്റോറി, ഒന്ന് ചെറിയൊരു ലവ് സ്റ്റോറി ഇല്ല, ആക്ച്വലി ഇല്ല. അറേഞ്ച് മാരേജ് ആണ്. അറേഞ്ച് മാരേജ് ആണ്. അങ്ങനെ തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. തെറ്റിദ്ധാരണയുണ്ട്. ഏട്ടൻ കല്യാണം ആലോചന സമയമായ സമയത്ത് പരിചയമുള്ള ആളുകളിൽ എനിക്ക് എൻ്റെ അച്ഛനെയൊക്കെ നേരത്തെ അറിയാം. ആ, അപ്പൊ അങ്ങനെ വന്നൊരു പ്രപ്പോസൽ കല്യാണത്തിലേക്ക് മാറുക മാറിയത്. ചെയ്തത്. ഏട്ടനും ഞാനും കൂടി ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ, അതിങ്ങനെ മാറി വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ. മെച്ചുവർ ആവും, സൗഹൃദത്തിന്റെ സ്പേസിനെ കുറിച്ച് കൂടുതൽ ബോധ്യം വരും. പിന്നെ അതൊരു മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ ഒക്കെ ഒരു സ്പേസ് ആണ് അത്. തീർച്ചയായിട്ടും. മറ്റൊരാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത്, അവരുടെ ആവശ്യത്തിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് കാലത്തിനനുസരിച്ച്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഏട്ടൻ എല്ലാ സമയത്തും ട്രാവൽ ചെയ്യുമായിരുന്നു കൂടെ. അപ്പൊ ആ സമയത്ത് എനിക്ക് ബാക്കി ഒരു ഹെൽപ്പിന് അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ടീമോ അങ്ങനെയൊന്നുമില്ല. ഇല്ല. അപ്പൊ ആ സമയത്ത് പലപ്പോഴും ഏട്ടൻ ഒരുപാട് സമയം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. ഞാനാണെങ്കിലും തിരിച്ച് ഏട്ടൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് വന്ന് താമസിക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ
എൻ്റെ കരിയർ കുറച്ചും കൂടി ഒരു സ്റ്റേബിളായി തോന്നിയ സമയത്ത് ഏട്ടൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്താനും പിന്നെ ഇടം തുടങ്ങിയപ്പം അതിൻ്റെ ഒരു നടത്തിപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നന്നായിട്ട് എഴുതും വായിക്കും ഒക്കെ ചെയ്യും. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ട്രാവൽ നിറയെ ചെയ്യും. ജോലിയുടെ തിരക്കുകളുണ്ട്. ആസ്ട്രോമെഡ്സിറ്റിയിലാണ് വർക്ക് ചെയ്യണം. അപ്പം അതും സൈമിൾട്ടേനിയസ് ആയിട്ട്. അപ്പം എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവനവൻ്റെ സ്പേസിൽ കുറച്ചും കൂടി ഏട്ടൻ്റെ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഞങ്ങൾ എപ്പോഴും എങ്ങനെയാ വെച്ചാൽ എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഏട്ടൻ എന്താണ് ആവശ്യം എന്നനുസരിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുക. അല്ലാണ്ട് എല്ലാത്തിലും കയറി അങ്ങനെ ചെയ്യണോണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എൻ്റെ കേസിലാണെങ്കിലും എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ഒരു ഇമോഷണൽ ഹെൽപ്പായിരിക്കും വേണ്ടി വരിക. ഒരു എന്താ പറയുക ഒരു ഫിസിക്കലായിട്ട് കാര്യങ്ങൾ കൂടെ ചെയ്തു തരുന്ന ആളേക്കാൾ കൂടുതൽ ചിലപ്പം ഒരു ഇമോഷണൽ സപ്പോർട്ടായിരിക്കും വേണ്ടി വരിക. അപ്പം അത് റൈറ്റ് ടൈമിൽ ഞങ്ങൾ മ്യൂച്വലി ചെയ്യുന്നുണ്ട്. എനിക്ക് 2014 അല്ല, ആദ്യം അയർലൻഡിൽ ഇപ്പൊ 4ാമത്തെ പ്രാവശ്യം വരുന്നത്. അതെ. അപ്പൊ ഫസ്റ്റ് സിത്ത് വരുന്നത് 2014 തോന്നുന്നത് അല്ലേ? അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ടാണ് സിത്ത് വരുന്നത്. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് സിത്തു പാടുമ്പോൾ സജീഷ് ഫ്രണ്ടില് കസേരയിട്ട് ഇരുന്ന് ആസ്വദിക്കുന്നതും, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം സിത്തു പാടുമ്പോഴും സജീഷിന്റെ മുഖത്ത് നോക്കുന്നതും, സജീഷ് അത് നിങ്ങൾ പറയാതെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടതാണ്. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജസും ഇപ്പം സിത്തു എത്തി നിൽക്കുന്ന ഇപ്പം പ്രൊജക്ട് ലബാർക്കിസിന്റെ കൂടെ സിത്തു ഒറ്റയ്ക്ക് വരുമ്പോഴും ആ ഒരു ജേർണി ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഇപ്പം സിത്തു പറഞ്ഞതുപോലെ സജീഷ് നല്ല രീതിയിൽ പല രീതിയിലും അല്ലേ മാനസികമായിട്ടും എല്ലാ രീതിയിലും സിത്തുവിനെ സപ്പോർട്ട് ചെയ്തത് എനിക്കറിയാം. ആ ഒരു സ്ട്രോങ്ങസ്റ്റ് പില്ലറാണ് ഈ 4 പേരും എന്നുള്ളത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാൽ ഏതൊരു മൂവിയിൽ അഭിനയിച്ചു ഗാനഗന്ധർവൻ മൂവി ഞാനിങ്ങനെ കണ്ട് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും ഇതാരാ ഇത് സിത്തു അല്ലേ ആ ജഡ്ജായിട്ടിരിക്കുന്നത്? അങ്ങനെ മനസ്സിലായില്ല. കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ ഞാൻ പറഞ്ഞു ഇത് സിത്തുവാണ്. മമ്മൂക്കയുടെ കൂടെ സ്പേസ് ഷെയർ ചെയ്തു അല്ലേ? മമ്മൂക്കേനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാ ഞാൻ. എനിക്ക് മമ്മൂക്കയുടെ ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പം മമ്മൂക്കയുടെ പടത്തിലൊക്കെ പാടിയപ്പോൾ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് എന്താ പറയുക, നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ഇഷ്ടം. അപ്പം രമേശ് ഏട്ടൻ ഞങ്ങൾക്ക് വളരെ ക്ലോസ് ആണ്. രമേശ് പിഷാരടി ഒരു ബ്രദറിനെ പോലെ തന്നെയാണ്. അപ്പം രമേശ് ഏട്ടനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഖത്തറിലിരിക്കുമ്പോൾ പറഞ്ഞേ. അപ്പം എനിക്ക് ഇതിന് മുമ്പ് ഇതേമാതിരി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്നോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് പണ്ട്. മറ്റേ ഈ കലാതിലക ആവുന്ന സമയത്തൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പം അന്നൊന്നും അങ്ങനെ ഒരു ആലോചിച്ചിട്ട് പോലും ഇല്ല ഞാനെ പറ്റി. എനിക്ക് ഭയങ്കര പേടിയാണ് അഭിനയിക്കാൻ. അത് ഭയങ്കര ഒരു ടെൻഷനും കയ്യും കാലം തളർന്ന മാതിരിയൊക്കെ തോന്നുന്നു എനിക്ക്. ഞങ്ങളിപ്പോൾ ഈ ജോത്സ്നയും വിധുവും റീമിയും ഞാനുള്ള ഷോ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിലിങ്ങനത്തെ ആക്റ്റും ഒക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഇത് വരുന്ന സമയത്ത് ഞാനിങ്ങനെ മരന്മാര് എനിക്ക് കിട്ടില്ല. അവർ നല്ല സ്റ്റൈലായിട്ട് ചെയ്യും. അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ചെയ്യുക. അപ്പം അത് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 90% എൻ്റെ മനസ്സ് ഓക്കെ പറഞ്ഞു. രമേശേട്ടൻ പറഞ്ഞു നീ കുഴപ്പമില്ല, ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം മമ്മൂക്കയുണ്ട്, മമ്മൂക്കയെ കാണും ചെയ്യാം, സ്ക്രീനും ഷെയർ ചെയ്യാന്ന് അങ്ങനെ പോയിട്ട് ആഗ്രഹത്തിന്റെ മുകളിൽ ചെയ്ത്. അതിൽ വിധി പറയണതൊക്കെ എന്താ എഴുതി വെക്കാണല്ലോ. അങ്ങനെ ടഫില് ഇനി സിനിമകൾ അഭിനയിക്കാൻ താല്പര്യമുണ്ട് ഇല്ല? അഭിനയിക്കാൻ പറഞ്ഞാൽ എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ പ്രൊഫഷനോട് ഭയങ്കരമായിട്ടുള്ള ആരാധനയൊക്കെയാണ്. എനിക്ക് ഭയങ്കര എഫേർട്ട് ഉണ്ട് അതിന്. ഇപ്പം നമ്മൾ ചില മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തോ ഒരു സമയമാണ് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരേ സാധനം തന്നെ ഇപ്പം ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ ടെക്നീഷ്യൻസ് ഉള്ളതുകൊണ്ട് പറയാം, ഈ ഒരേ സാധനം പല ആംഗിളിൽ എടുക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഒറ്റ പ്രാവശ്യം എടുത്താൽ പോരെ, എന്തിനത് പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ അത് ഒന്നെ അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാറ്റി എടുക്കില്ലേ. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും ഈ ആക്ടേഴ്സൊക്കെ ഈ മഴയത്തും വെയിലത്തും ഒക്കെ നിന്നിട്ട് ആ ഒരു മൂഡ് മാറാണ്ട് ഒക്കെ ഇങ്ങനെ ചെയ്യണ്ടേ. അത് ഭയങ്കര ഹാർഡ് വർക്ക് ആവശ്യമുള്ള. ഞാൻ ഭയങ്കര സർപ്രൈസ് ആണ് സിത്തു. കാരണം സിത്തു ഒരു ക്ലാസിക്കൽ ഡാൻസറാണ് അല്ലേ? അപ്പോൾ ക്ലാസിക്കൽ ഡാൻസർ ആകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു അഭിനയത്തിലോട്ട് കുറച്ചും കൂടെ വഴക്കം, അതോ ഇനി അതെന്റെ ഇഗ്നറൻസ് ആണോ? അങ്ങനെയല്ല, വഴക്കം മേ ബി ഒരാളിപ്പോൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അഭിനയിക്കാനൊക്കെ പറ്റുമായിരിക്കും, അത് അറിഞ്ഞില്ല. പക്ഷെ എന്താ വെച്ചാൽ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അത് ഭയങ്കര ടയറിങ് ആണ്, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അത് വളരെ ഡെഡിക്കേഷൻ ആവശ്യമുള്ള ഒരു ജോലിയാണ്. അത് ആൾക്കാർ സ്വപ്നം കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മളായി കൂടെ ബൈപ്പാസ് ചെയ്തിട്ട് മെല്ലെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി അങ്ങനെ ചെയ്യണമെങ്കിൽ അർത്ഥമില്ല. അപ്പം എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമല്ലേ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട്. അതെ അതെ. ക്ലാസിക്കൽ ഡാൻസറുമാണ് മ്യൂസിഷ്യനുമാണ്. ഈ രണ്ട് സ്പേസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ക്ലാസിക്കൽ ഡാൻസർ ഇങ്ങനെയപ്പം അത് ആയിരുന്നു പണ്ടപ്പോഴോ എന്ന് പറയണത്. കാരണം വെച്ചാൽ ഞാൻ ട്രെയിനിങ് പ്രോപ്പർലി എടുത്തിരുന്ന ആളാണ്. ഞാൻ 6 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യായിരുന്നു എല്ലാ ദിവസവും. ടീച്ചറുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. അപ്പം
ഞാൻ പെട്ടെന്നൊരിക്കൽ പിന്നെ കളിക്കുമ്പോൾ നമുക്ക് സംശയമാവേ നമ്മുടെ കൈയും കാലൊക്കെ പ്രോപ്പറാണോന്ന്. അപ്പോൾ ആ അടവുകളും ഒക്കെ ബേസിക്സ് വളരെ ഉറച്ചാണ് ടീച്ചർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് പിന്നീട് അങ്ങോട്ടേക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂർ കച്ചേരി എന്നൊന്നും പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം അതിന് വളരെ നിരന്തരമായിട്ടുള്ള പരിശ്രമം ആവശ്യമുണ്ട്. നമ്മളൊരു അത്രയും അധികം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സ്റ്റേജിൽ കിട്ടേണ്ട ഒരു എനർജി ഒരു 180% ചെയ്താലേ സ്റ്റേജിൽ 80% എങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഭാഗ്യവശാൽ അതൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് അത് അതിൻ്റെ പ്രാക്ടീസും അതൊരു ശീലമായി മാറി. ഇപ്പം അതിങ്ങനെ അങ്ങനെ ട്രാവൽ ആണെങ്കിലും ഒക്കെ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിൽ തന്നെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. മ്യൂസിക്കിൽ തന്നെ ഒരുപാട് കറക്ഷൻസ് ചെയ്യാനും ഒരുപാട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനും ഇപ്പോഴുള്ള കുറേ അറിവില്ലായ്മ കുറച്ചെങ്കിലുമൊക്കെ സെറ്റാക്കി എടുക്കാനും ഒക്കെ നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ രണ്ടും കൂടി നടക്കും തോന്നില്ല. പിന്നെ ഇപ്പം ഈ വീഡിയോഗ്രാഫീൻ്റെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി ഇടയ്ക്ക് ഡാൻസ് വീഡിയോസ് ചെയ്യാറുണ്ട്. 2 സ്റ്റെപ്പ് കഴിഞ്ഞ് മറ്റേ കുമ്പിടിയുടെ മരിക്ക് ഇറക്കി ഞാൻ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഓമാവും ചമ്മ. ഒരു ടിപ്പിക്കൽ ഒരു ഡേ, അതായത് സിതൊരു ഷൂട്ടില്ല അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒന്നുമില്ല, എങ്ങനെയാണ് ഞാൻ ചോദിക്കുക ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആ ഒരു ഡേ? യുവർ ഡേ എവറി ഡേ ഈസ് ഡിഫറെൻ്റ്. എനിക്ക് ഓരോ ദിവസം ഓരോ പോലെ. എനിക്ക് ചിലപ്പം ഒരു പോസ്റ്റ് ഗിഗ് ദിവസമാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. അൺപാക്കിങ്ങും അറേഞ്ച് ചെയ്യലും ഒക്കെ ആയിട്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് സെറ്റിലായിട്ട് ഞാനത് പ്രാക്ടീസ് എന്തായാലും ചെയ്യും എല്ലാ ദിവസവും. എനിക്കൊരു വോയിസ് ട്രെയിനർ ഉണ്ട്, ടീച്ചറുണ്ട്. അപ്പോൾ മാമിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ ഞാൻ പറയും വയസ്സാം കാലത്ത് പഠിക്കാൻ പോയിട്ട് കൈവേദന എടുക്കണ്ടേ, എഴുതി ഹോംവർക്ക് ഉണ്ടാവും എനിക്ക് മിക്ക ദിവസമേ. എന്നിട്ട് സായു വന്നിട്ട് അടുത്ത് നിൽക്കും, നല്ല പണിയുണ്ടല്ലേ ചെയ്യണം. അപ്പം ഞാൻ ചിലപ്പോൾ പറയും സായു ഒന്ന് വായിച്ചു തരും, അമ്മ ഒന്ന് എഴുതട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ കുറേ ജോലികൾ വേറെ ഉണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലല്ലേ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടിരിക്കാനും അറ്റ് ദ സെയിം ടൈം നമ്മൾ കറക്ഷൻസ് ചെയ്യണമെങ്കിൽ അതേ പോസിബിൾ ആയിട്ടുള്ളൊരു വഴിയുള്ളൂ. എക്സാംസ് കൊടുക്കുക അങ്ങനെ. അപ്പോൾ നമ്മൾ സ്വന്തം പ്രിപ്പയർ ചെയ്യുമല്ലോ കുറച്ച് അതിന് വേണ്ടിയെങ്കിലും. പിന്നെ അല്ലാത്ത ദിവസങ്ങൾ സത്യം പറയാലോ ചേച്ചി, ഇവിടെ അയർലൻഡിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോങ് ടൂറുകൾ പോവുമല്ലോ പുറത്ത്, അപ്പോഴാണ് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഒഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാവുക. അതായത് 2 കോൺസേർട്സിൻ്റെ ഇടയിൽ വീക്ക് ഡേയ്സിലൊക്കെ ഒഴിവുണ്ടാകുമ്പോൾ നല്ലൊരു നടത്തത്തിന് പോകാനോ ഒരു നല്ല കോഫി എടുത്തിട്ടൊന്ന് സമാധാനമായിട്ടിരിക്കാനോ കുറച്ച് എഴുതാനോ ഒക്കെ സമയം കിട്ടണത്. നല്ല രസമല്ലേ പുറത്തേക്ക് നോക്കിയാൽ. മറ്റത് അവിടെ താഴേക്ക് വരുമ്പോഴേക്കും ഒന്നെങ്കിൽ പാലിൻ്റെ ആള് വരും, അല്ലെങ്കിൽ പത്രത്തിന് അല്ലെങ്കിൽ ഇസ്ത്രി ആള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും റിപ്പയർ വർക്ക്, സ്വിച്ച് വർക്ക് ഞാൻ ഭയങ്കര ബോറുള്ളത്. ഒരു സൊഴിവ് കിട്ടി ഇതൊക്കെയാണല്ലോ ഈശ്വരാന്ന് വിചാരിക്കും ഞാൻ. മറ്റേ ഇവിടെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കുറച്ച് അങ്ങനെ സമയം കിട്ടും. ഓക്കെ. അപ്പം അതാണ്. അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ച് ഒരു കുക്കിംഗ് അങ്ങനത്തെ അതിലോട്ടൊന്നും? കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്. അല്ല, കുക്കിംഗ് ഒരു സമയത്ത് കുക്കിംഗ് നിറയെ ചെയ്യേണ്ടി വരുമായിരുന്നു. അതായത് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്ന സമയത്തൊക്കെ കംപ്ലീറ്റ് ഞങ്ങൾ തന്നെയാണ് ചെയ്യണത്. അപ്പം കുക്കിംഗ് ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള കുറേ ഈ ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ട്രാവലിംഗ് ഒക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ അധിക സമയം അതിനു വേണ്ടി അങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം ഇത് സമയത്ത് തിന്നണ്ടേ, നമ്മളുടെ സമയത്തിന് ചെയ്താൽ മതിയാവില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് അത്തരം കാര്യങ്ങൾക്ക് നമുക്കൊരു ഹെൽപ്പ് കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുക. അതിപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അമ്മ സായുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം, അപ്പോൾ അമ്മയ്ക്കൊരു ഹെൽപ്പിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു ഭയങ്കര നല്ലൊരു ചേച്ചിയുണ്ട്, ലേഖ ചേച്ചി പറഞ്ഞിട്ട്. പിന്നെ ഒരു ദേവി ചേച്ചിയുണ്ട്. പണ്ട് മുതലേ ഞങ്ങളുടെ കൂടെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവർ എന്താ പറയുക, സായുവിനാണെങ്കിലും എനിക്കാണെങ്കിലും പാരൻസ് പോലത്തെ ആൾക്കാരാണ്. അപ്പോൾ അവർ വീട്ടിലെ ഫാമിലി പോലെയാണ്. അപ്പം അവർ വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പോയിട്ട് അവരുടെ ഇടയിൽ എന്തെങ്കിലും തിരികെ കയറി ഫ്രീ ആവും എനിക്ക് തോന്നുന്ന സമയത്ത്. നമുക്കങ്ങനെ തോന്നുമല്ലോ ചില. പിന്നെ പലപ്പോഴും എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ തന്നെയാണ് നോക്കുക. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഡയറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ അവരെ അത് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നും. കാരണം ചേച്ചി അത് തരുമോ ഇത് തരുമോ എന്ന് ചോദിക്കണം. കാരണം അവർക്കൊരു പാറ്റേൺ ഉണ്ടാവുമല്ലോ വീട്ടിലെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, ഞാൻ തന്നെ എടുത്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെ അവർ നോക്കും എന്താ ഈ ചെയ്യണം, എന്താണ് ഈ കുക്കിംഗ്. നമുക്ക് മൂവി സോങ്സിനെ കുറിച്ച് സംസാരിക്കും. ഫസ്റ്റ് സ്റ്റുഡിയോ എക്സ്പീരിയൻസ്, അതായത് ആദ്യമായിട്ടൊരു സ്റ്റുഡിയോയിൽ പോയിട്ടൊരു പാട്ട് പാടുന്ന ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യണേ. അത് ഏഷ്യാനെറ്റിൻ്റെ ഒരു മദേഴ്സ് ഡേ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിന്
എനിക്ക് പോയതൊക്കെ ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് 500 രൂപ വന്നു. പോക്കറ്റ് മണിയായിട്ട്. കാലിക്കറ്റായിരുന്നു. അപ്പോൾ 500 കിട്ടിയപ്പോൾ എനിക്ക് ഒരു എന്താ ചെയ്യേണ്ട അറിയില്ല. ഞാൻ സ്ഥലമൊക്കെ മേടിച്ചാൽ അത് നമുക്ക് അതിൻ്റെ എന്താണെന്ന് അറിയില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എന്നിട്ട് എന്താ വെച്ചാൽ അമ്മേനോട് പറഞ്ഞു 2 സാധനം വേണം. അമ്മയാണ് എന്നെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 സാധനം അമ്മ, ഒന്ന് ഇത് മേടിക്കണം, അച്ഛന് ഫുഡ് മേടിച്ചു കൊണ്ടുപോകണം. അപ്പം അതും പിന്നെ എനിക്കൊരു ചെരുപ്പും മേടിക്കണം. അപ്പോൾ അങ്ങനെ ആ 2 സാധനം മേടിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് പൈസ ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ട് അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ ഞാൻ കൊച്ചു ഈ കാസറ്റ്സും ഒക്കെ പാടുമായിരുന്നു ആ സമയത്ത്. ഈ കുട്ടികളുടെ പാട്ടുകളൊക്കെ കുറച്ച് കവേഴ്സ്, കുട്ടികളെ വെച്ചിട്ട് പഴയ പാട്ടുകൾ പാടിക്കുന്നൊരു ട്രെൻഡൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പാടുമായിരുന്നു. പിന്നെ പ്രോപ്പർലി ഫിലിം പാടുന്നത് അതിശയനിലാണ്. അത് ഈ പറഞ്ഞ മാതിരി 2005-06 ആ സമയത്താണ്. അത് ഞാൻ ആ ഷോ ഒക്കെ കഴിഞ്ഞ് ടി വിയിൽ പ്രോഗ്രാംസ് ചെയ്യുമ്പം വിനയൻ സാറിൻ്റെ വൈഫുണ്ട്. നീനാൻ്റെ ഇങ്ങനെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരാളുണ്ടല്ലോ, അപ്പോൾ ഓഡിഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു മാഷുണ്ടായിരുന്നു. മാഷാണ് വിനയൻ സാറിനോട് പറഞ്ഞത് ഇങ്ങനെ. അപ്പം ഞാൻ പോയിട്ട് ഓഡിഷൻ കൊടുത്തു. അൽഫോൻസ് ചേട്ടനായിരുന്നു അപ്പോൾ കമ്പോസർ. അപ്പോൾ അൽഫോൻസ് ചേട്ടന് വേണ്ടി പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് അൽഫോൻസ് ചേട്ടൻ തന്നെ ഒരു പാട്ട്, അതിന് മുമ്പ് ഇറങ്ങിയ പാട്ടാണ് ഞാൻ പാടിക്കൊടുത്തേക്ക്. പിന്നെ എന്നെ കൊണ്ട് മലരേ മൗനം അങ്ങനെ കുറച്ച് പാട്ട് പാടിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അന്ന് എല്ലാ റെക്കോർഡിങ്സും ചെന്നൈയിലാണ് കൂടുതലും നടക്കണേ. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടി ചെന്നൈയിൽ പോയിട്ട് ഒരു ദിവസം പല്ലവി പാടി. പിന്നെ അപ്പോൾ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ബാക്കി പിന്നെ പാടാമെന്ന് പറഞ്ഞ് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് അനുപല്ലവിയും ചരണമൊക്കെ പാടുന്നത്. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇത് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ പടം റിലീസാവണത് ആക്ച്വലി അതൊരു അങ്ങനത്തെ അതിശയൻ ആ സമയത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ അതിന് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് റിലീസ് ചെയ്യണത്. അപ്പോൾ തിയേറ്ററിൽ പോയപ്പോഴാണ് കാവ്യമാധവന് വേണ്ടിയിട്ടാണ് ഇത് വരണേ. അപ്പോൾ എനിക്ക് ചെവിയൊന്നും കേൾക്കണില്ല തിയേറ്ററിൽ പോയിട്ട് ഇത് കേൾക്കുമ്പോഴേ. ഇത് നമ്മുടെ വോയിസ് ആദ്യമായിട്ട് കേൾക്കുകയല്ലേ. അതൊരു നല്ല എക്സ്പീരിയൻസ് ഓഫ് കോഴ്സ്. നമുക്ക് ഈ വാനമകിലൊന്നുവോ എന്ന് പറഞ്ഞ പാട്ട് ഒന്ന് 2 പേര്. വാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ വീണലിയുമേ കാന്തമോകാഭിലാഷം പാവമൊരു രാപ്പാടി പോലിന്നു തേങ്ങി വീണ്ടുമുയരാൻ പാടിയലയാൻ ആരു ചിറകേറുവാൻ വീണ്ടുമുയരാൻ പാടിയലയാൻ ആരു ചിറകേറുവാൻ വാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ. കേരള സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു ഈ പാട്ടിന്. പിന്നെ ഏനുണ്ടോടിക്ക് 2013. പിന്നെ ഒരു മൂവിക്കും കൂടെ ഉണ്ടായിരുന്നു. അതൊന്ന് കാണാക്കൊമ്പിലെ എന്ന് പറഞ്ഞ മൂവിക്ക്. അത് കേരള സ്റ്റേറ്റ് അവാർഡ് അല്ലായിരുന്നു. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് അതല്ലേ? കാണെ അതന്നെ കാണെ മാറിയല്ലോ. നിങ്ങൾ ആർക്കെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ പാട്ടിന്? ഒരെണ്ണോ ചിരാ. അപ്പൊ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് ചെയ്യാം. എല്ലായിടത്തും അങ്ങനെ പാടാറില്ല. നിങ്ങൾ ഇങ്ങനെ കാട്ടാളന്മാരെ ഡാൻസ് കളിക്കാൻ വന്നിട്ട് അതായത് നേരെ ഡാൻസ് ഇവരൊന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ വരും. പിന്നെ ഇത് ഈ സമാധാനമുള്ള പാട്ട് പാടാൻ നമുക്ക് പേടിയാവും. അതാ ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ. കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ. ചരാതുകൾ തോറും നിൻതീയോർമയാ തരാതിപ്പോ ചാരുവാമും മകളാ ചുഴലും നൂരി കുറ്റാക്കൂരിരുൾ കഴിയോളം ഞാനെരിയാ
ഓൺ അജൂസ് റിക്വസ്റ്റ്. അതെ, റിക്വസ്റ്റ്. कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ले मेरी जान, हाय रे मैं तेरे कुर्बान, दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरे कुर्बान, कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ले मेरी जान, हाय रे मैं तेरे कुर्बान, हाय रे मैं तेरे कुर्बान. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ, ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ, കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ, കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ, മേനിയാകെ കോളു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലേ. ബ്യൂട്ടിഫുൾ. ഇതുണ്ടോ? ഉണ്ടോ? ഇനി കാശ് ചോദിക്കൂ. സിത്തു, സിനിമ പാട്ടും ഇൻഡിപെൻഡൻസ് മ്യൂസിക്കും എന്തിലാണ് ഒരു ഇത് കാണുന്നത്? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഏറ്റവും ഫ്രീഡത്തോടെ പാടാൻ പറ്റുന്ന ആ ഒരു സിനിമ പാട്ടാണോ അതോ ഇല്ല, ഇൻഡിപെൻഡൻസ്? സിനിമാ പാട്ടിനകത്തുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്പേസിനകത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഒരു പ്ലേ ബാക്ക് സിംഗറെ സംബന്ധിച്ചിടത്തോളം അതൊരു ടൂള് പോലെ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ കമ്പോസറും ഇപ്പം പാടിയ പാട്ടുകളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയണത് പോലെ ചെയ്യുക, പാടി നോക്കുക, എത്രമാത്രം അവർ പറയുന്ന ഐഡിയനോട് നമ്മൾ പാടുന്നത് ചേരുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ സക്സസ് വരുന്നത്. കാരണം അത് അവരാണ് കൺസീവ് ചെയ്യുന്നത്. ഒരു ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ഒക്കെ കൂടി ഐഡിയാസ് ആണ് ഒരു മ്യൂസിക് ഡയറക്ടർ അതിനെ എംബലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പാട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ ലിറിസിസ്റ്റ് വരുന്നു, അപ്പോൾ അത് അവരുടേതാണ് ആ കോമ്പോസിഷനും അതിൻ്റെ ഒരു വലിയ ശതമാനം. പിന്നെ അവരാണ് തീരുമാനിക്കുന്നത് ഏത് വോയിസ് വേണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിലേക്ക് പാട്ടുകൾ എത്തുന്നത്. അപ്പോൾ എത്തുമ്പോൾ തന്നെ എങ്ങനെ വേണം എന്നവർ കൃത്യമായിട്ട് പറയും. നമ്മൾ ചിലപ്പോൾ നമ്മൾ നല്ലതെന്ന് വിചാരിക്കണം എന്നായിരിക്കണം എന്നില്ല അവർക്ക് കറക്റ്റ്. നമ്മൾ ഇത് നല്ല സംഗതിയാണല്ലോ എന്ന് വിചാരിച്ച് പാടിയ അത്രയ്ക്ക് വേണ്ട കൂടെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. ഞാൻ അങ്ങനെ ആയിരിക്കില്ല, അവർക്ക് വളരെ കൃത്യമായ ഐഡിയകൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അത് മനസ്സിലാക്കി പാടുക എന്നുള്ളത്. ഞാൻ എപ്പോഴും ഒരു കമ്പോസറിനെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അവർ ഓക്കെ പറയുമ്പോൾ അത് മതിയാവും എന്നുള്ള അതാണ്. നേരെ മറിച്ച് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ ഇൻഡി മ്യൂസിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളാണല്ലോ അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന, ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ബാൻഡ് ഓഫ് മ്യൂസിഷ്യൻസ്, ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. ഇതൊരു ടൈം ബൗണ്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല. അങ്ങനെ ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രിയേറ്റീവ് പ്രോസസ്സല്ല. നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കി വെക്കുന്ന പാട്ടുകൾ നമുക്ക് റെഡിയായി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രോസസ്സ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അത് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൊരു സ്പേസാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുകളിലും ചേർന്ന് നിൽക്കുന്നതല്ല അത്. അവിടെ നമ്മളുടെ സ്വാതന്ത്ര്യം, അതിൻ്റെ ഇഷ്ടക്കേടുകളൊക്കെ തന്നെ നമ്മൾ ഫസ്റ്റ് നമുക്കാണത് ഇഷ്ടപ്പെടേണ്ടത്. അപ്പോൾ അങ്ങനെ അത് രണ്ട് തരത്തിലുള്ള കാര്യം സംഭവങ്ങളാണ്. നമ്മൾ ഈ മ്യൂസിക് കമ്പോസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ 2017 ഉടലാഴം മിഥുൻ്റെ കൂടെ, മിഥുൻ ജയരാജിൻ്റെ കൂടെ ഒരു മ്യൂസിക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടും കുറേ ഇപ്പം ബാൻഡിൻ്റെ കൂടെ സിത്തു അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ ബാൻഡിലോട്ട് വരാം, പക്ഷേ ഓരോ പാട്ടും സിത്തു കൺസീവ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പം ഓരോ പാട്ടിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ് എന്താണ്? അതായത് ഇപ്പം മാനത്തെ അമ്പിളിയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ചായപ്പാട്ടാണെങ്കിലും ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഇറങ്ങിയ ഏലേലം കിളിയാണെങ്കിലും എല്ലാം ഓരോ മ്യൂസിക്കിനും അതിനേതായ ഡിഫറെൻറ്റ് ശൈലിയിലാണ് അത് പോകുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കൺസീവ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിന്നെ നോക്കിക്കാണുന്നത്? ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ 2 പടങ്ങളാണ്. ഒന്ന് കഥ പറഞ്ഞ കഥ എന്ന് പറഞ്ഞിട്ടുള്ള അതിലൊരു പഴംപാട്ട് പറഞ്ഞിട്ട് ടൈറ്റിൽ ട്രാക്ക്, അതാണ് ഞാൻ
ഒരു മേ ബി ഒരു സജഷൻ കിട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ പാട്ടുകൾ ഒന്ന് അത്, പിന്നെ മിഥുൻ്റെ കൂടെ, മിഥുൻ ജയരാജൻ്റെ കൂടെ ചെയ്തിട്ടുള്ള ഉടലാടും. അതാണ് ഞങ്ങൾക്കൊരു എന്താ പറയുക സിറ്റുവേഷനൊക്കെ പറഞ്ഞുണ്ടാക്കേണ്ടി വന്നിട്ടുള്ള ആകെ പാട്ടുകൾ. ബാക്കിയെല്ലാം മാനത്തെ അമ്പിളി മനു രമേശൻ, മനുവേട്ടൻ്റെ പാട്ടാണ്. ഞാൻ പാടിയെന്ന് മാത്രമല്ല ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക്. ബാക്കി ചായപ്പാട്ടൊക്കെ നമുക്കൊരു വരി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. മോഹൻ വരി തന്നു. വരി നോക്കിയപ്പം ഇങ്ങനെ പാടിയാൽ കൊള്ളാന്ന് പറഞ്ഞിട്ട് വെറുതെ പാടിയത് ശ്രീനാഥൻ അയച്ചു കൊടുത്ത് ഹാർമോണിയം വായിച്ചൊരു വേർഷൻ വന്നു. പിന്നെ മിഥുനും ലിബോയും ചേർന്നിട്ട് അവരുടേതായിട്ടൊരു വേർഷൻ വന്നു. അങ്ങനെയാണ് എൻ്റെ മെലഡി പലപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ഇവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പിള്ളേരുമായിട്ടാണ് ഷെയർ ചെയ്യുക. അപ്പോൾ അവർ വർക്ക് ആവുന്നതാണെങ്കിൽ അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു റിഫ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു അറേഞ്ച്മെൻറ്റ് കിട്ടും. അപ്പോൾ അതിനകത്ത് പറ്റിയ മെലഡി ഉണ്ടോയെന്ന് ഞാൻ വെറുതെ മൂളി നോക്കും. അങ്ങനെയാണ് നടക്കണേ. സിനിമയുടെ ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് മിത്തു ഞാൻ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ മ്യൂച്വലി പറഞ്ഞ് ഒരു പോർഷൻ പാടും. അതിൽ തമാശ എന്താ വെച്ചാൽ മിത്തുവിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര മുകളിലാണ്, ഭയങ്കര മുകളിലാണ് അവൻ്റെ സ്വാധീനം മുഴുവൻ. അപ്പോൾ ട്യൂണിനെ മിത്തു ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പം ഞാൻ അവിടുന്ന് താഴേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് ഈ മേട സൂര്യൻ്റെ നെഞ്ചിൽ മഞ്ഞാണു നീ, ഞാൻ പാടും പാട്ടിലെ തോരാത്തൊരീണമായി തരരര. ഇത് ഓരോ വരി ഞങ്ങൾ മാറി മാറി ചെയ്തേക്കണേ. വെയിലിലെ കാറ്റും അങ്ങനെ ഇവൻ എവിടെയൊക്കെ മോള് പോകുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇരുത്തൊക്കെ നല്ല കോമഡി ആയിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ കമ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ഹാർമോണിയം പെട്ടിയൊക്കെ എടുത്ത് പായൊക്കെ വിരിച്ച് അങ്ങനെ നല്ല രസമായിരുന്നു അതിൻ്റെ ഒരു. പിന്നെ അവനും ഞാനും ആകുമ്പോൾ അത്രയും കൂട്ടാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അത്രയും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം പിന്നെ പല സിംഗേഴ്സിനെയൊക്കെ ആലോചിച്ച് ബിജി ബാലേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ആലോചിച്ച് അവസാനം എന്നോട് പറഞ്ഞു, ഒന്ന് ജോത്സ്നയും പുഷ്പവതി ചേച്ചിയും കൂടെയാണ് പൂമാതയെ പാടിയിരിക്കുന്നത്. അത് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ മേടസൂര്യൻ്റെ എത്തിയപ്പോൾ നീ പാടിയാൽ മതി പറഞ്ഞിട്ടാണ് എൻ്റെ ഫീമെയിൽ വേർഷൻ പാടിച്ചത്. അത് മിത്തു കൺസോളിലിരുന്ന് എനിക്ക് ഭയങ്കര ധൈര്യമാണ്. അപ്പം പറഞ്ഞു ഇതിൽ നമ്മൾ വേറെ പിച്ച് കറക്ഷൻസോ ഫൈൻ ട്യൂണിങ് ഒന്നും ചെയ്യണില്ല, നീ വൃത്തിയായിട്ട് ശ്രദ്ധയിൽ പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ അത് പാടിയെടുക്കുന്നത്. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ അത് ഓർത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ തോന്നും. അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് ഒരുവിധപ്പെട്ട എല്ലാ കമ്പോസേഴ്സും എം ജയന്ദ്രൻ സാറ്, വിജയേട്ടൻ, രാഹുൽ രാജ് സാറ്, ഗോപി സുന്ദർ, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. നമ്മളൊരു എന്താ പറയുക, അവരെല്ലാവരും ഞങ്ങളത് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യണത് പോലെ തോന്നി. അത് അതിലോട്ടാണ് ഞാനും വരുന്നത്. ഇത് ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ, ഒത്തിരി കമ്പോസേഴ്സ്, മ്യൂസീഷ്യൻസ്, ലോട്ട് ഓഫ് മ്യൂസീഷ്യൻസിൻ്റെ കൂടെ ഒത്തിരി പേരുടെ കൂടെ പാടിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടായിരിക്കും, എന്നാൽ പോലും ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയായിരിക്കും ചൂസ് ചെയ്യുക? പ്രയാസമാണ് ചേച്ചി. കാരണം പ്രയാസമാണ് ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഓരോ ആളുകളുടെയും കൂടെയുള്ള എക്സ്പീരിയൻസ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ പലതും ഇപ്പോൾ എം ജയന്ദ്രൻ സാറിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ മുൻപൊക്കെ കേട്ടിട്ടുള്ളത് പോലത്തെ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ടുള്ളൊരു റെക്കോർഡിങ് സെഷൻസാണ് സാറിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതൊരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് സാർ വളരെ എന്താ പറയുക, സാർ ഒരുപക്ഷെ വഴക്ക് പറയുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു മേ ബി എൻ്റെ കോമ്പറ്റീഷനിൽ ജഡ്ജൊക്കെ ആയിട്ടാണ് സാർ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കും. അപ്പം സാറിനെ കളിയാക്കും ഞങ്ങളെയൊക്കെ. ഇങ്ങനെ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിട്ട് ഇങ്ങനെ ഞാൻ മൈക്രോഫോൺ ഇങ്ങനെ വെച്ച് സാർ എന്ത് കൺസോളിലിരിക്കും, സാറിൻ്റെ മുഖം എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നോക്കും. അപ്പം അങ്ങനെ ഒരു ഭയഭക്തി ബഹുമാനം എപ്പോഴും ഉണ്ട്. നേരെ മറിച്ച് ബിജിപാൽ സാർ ആണെങ്കിലും ഗോപി ചേട്ടൻ അല്ലെങ്കിൽ അവരൊക്കെ, പിന്നെ ഓഫ് കോഴ്സ് മെജോ ചേട്ടൻ, അൽഫോൻസ് ചേട്ടനൊക്കെ വേറൊരു രീതിയിൽ എടുക്കുന്ന ആൾക്കാരാണ്. അവർ കുറച്ചും കൂടി ഭയങ്കര ഫാസ്റ്റായിട്ട് എടുക്കുക. അത് കഴിഞ്ഞ് പുതിയ ആൾക്കാർ ജെയ്ക്ക് ചേട്ടനൊക്കെ, അദ്ദേഹം വളരെ സീനിയറാണ്, പക്ഷേ ഇപ്പം നിറയെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതാണല്ലോ സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയേ ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കും, പക്ഷേ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അങ്ങനെ അവർ ഇങ്ങനെ കറക്റ്റായിട്ട് അത് തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധങ്ങളുള്ള ആൾക്കാർ. ചിലർ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പാടി നോക്കാം എന്നുള്ള. സുഷിൻ, രഞ്ജിൻ രാജ് വേറെ പോലെയാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയണം. എല്ലാവരും ഓരോ തരം എക്സ്പീരിയൻസ്. അതെനിക്ക് ഭയങ്കര കൗതുകമാണ്. ഓരോ ആൾക്കാരെ വിളിക്കുമ്പോഴേ ആദ്യമായിട്ടുണ്ടാകുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എങ്ങനെയായിരിക്കും ഇവരുടെ വർക്ക് എന്നുള്ളത്. രണ്ടാമതും മൂന്നാമതും വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും നമുക്ക്. കാരണം ഒരിക്കൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണല്ലോ പോണേ. അപ്പം കുറച്ചും കൂടി നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റും. നമുക്ക് ബാൻഡിലോട്ട് വരാം. പ്രൊജക്ട് മലബാർഗസ്. ഈ പ്രൊജക്ട് മലബാർഗസ് എന്ന് പറയുന്ന പേര് എനിക്കറിയാം, നമ്മൾ സിത്തു മലബാറിൽ നിന്നായതുകൊണ്ട് അതിനോട് ബേസ് ചെയ്തിട്ടാണോ ഇത് പ്രൊജക്ട് ഫ്രം മലബാർ എന്നുള്ളതാണോ, അത് സിത്തുവിൻ്റെ മാത്രം ഐഡിയ ആണോ,
അതോ നിങ്ങളുടെ ഹോൾ ടീമിന്റെ? ആക്ച്വലി ഇത് ടീം ആവുന്നതിന് മുമ്പേ ഇട്ട പേരാണ്. മറ്റേ ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന് പറയില്ലേ നമ്മൾ, അതേപോലെ ഫ്രം കേരള എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ അങ്ങനെ പ്രോജക്റ്റ് മലബാറിക്കസ് എന്നുള്ള ഞാൻ എൻ്റെ ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകൾ റിലീസ് ചെയ്യാനുള്ളൊരു സ്പേസ് പോലെ ഇട്ട പേരാണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മോജോ സെഷൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ വേറെ ലൈനപ്പ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഫൈനൽ നമ്മൾ കാണുന്ന ഒരു ലൈനപ്പ് ആയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 8 വർഷമായി, 7 years ആയി ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം ലിബോയിനെ കണ്ടു, പിന്നെ ശ്രീനാഥ് എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ബ്രദറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറുദു ഫെസ്റ്റിവൽ ചെയ്യാൻ ഡൽഹിയിൽ പോയപ്പം, പിന്നെ ഞാൻ കൽക്കട്ടയിൽ പഠിക്കാൻ പോകുമ്പോഴും അവിടെ കുട്ടനെ എപ്പോഴും കാണുമായിരുന്നു. അപ്പോൾ പ്രാക്ടീസൊക്കെ കാണും. അപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ കേരളത്തിലേക്ക് ആൾ വരാൻ തീരുമാനിച്ചു. പിന്നെ ഓരോരുത്തരെയും അങ്ങനെ മിഥുനെ കണ്ടു, അജയനെ കണ്ടു, പിന്നെ വിജു വേറൊരു കോൺസേർട്ടിൽ ജോയിൻ ചെയ്ത് കണ്ടു. അപ്പോൾ ഇത് പല കോമ്പിനേഷൻസ് മാറി മാറിയിട്ട് ഈ 6 ഇപ്പോൾ കാണുന്ന ഒരു 6 പേരായിട്ട് ഞങ്ങൾ നിന്നപ്പോൾ ഇത് പക്ക ഇങ്ങനെ ഫിറ്റ് ആവണമായിരുന്നു തോന്നി. മേ ബി ഭയങ്കര സീനിയർ ആയിട്ടുള്ള മ്യൂസിഷ്യൻസിൻ്റെയും ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസിൻ്റെ കൂടെ തന്നെയാണ് അതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ എന്തോ ഒരു ബോണ്ടിങ്, മേ ബി ഒരുമിച്ച് ഗ്രോ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതിലെല്ലാവർക്കും ഒരു ഗ്രോയിങ് ഫേസിലായിരുന്നു. ഞാൻ ഉൾപ്പെടെ എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റിയും പ്രാക്ടീസ് ചെയ്യാനുള്ള സ്പേസും അങ്ങനെ ഒരു അച്ചീവ് ചെയ്തിട്ടുള്ള സ്പേസിലല്ലായിരുന്നു ആരും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിലൊരു ഹൈറാർക്കി ഇല്ല, എല്ലാവരും ഒരേപോലെയാണ്. ഞങ്ങൾ 6 പേരും ഒരേപോലെയാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ എനിക്ക് വളരെ നിർബന്ധമുള്ളതാണ്. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുക, ഒരേ വണ്ടിയിൽ ഒരേ സ്ഥലത്തേക്ക് പോകും. താമസിക്കുമ്പോൾ ഇപ്പോൾ ചേച്ചിക്ക് അറിയാമല്ലോ, ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഒരു വീട്ടിലത് പോലത്തെ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും ഇങ്ങനെ ഞാൻ പറയണ കുറേയൊക്കെ അവർ കേൾക്കും ചെയ്യും. ചില സാധനങ്ങളൊക്കെ അവിടെയൊക്കെ മാറ്റി വെച്ചാൽ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ പറയും. അങ്ങനെ അപ്പോൾ ഞാൻ വരുന്നുണ്ടോ നോക്കി പേടിച്ച് നിൽക്കുക. ചില വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ, സാധനം വീട്ടിൽ പൊട്ടിക്കുകയോ അല്ലെങ്കിൽ വേസ്റ്റ് താഴേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം പുറത്ത്. അപ്പോൾ ചിലപ്പോൾ തിരിഞ്ഞൊന്ന് ചീത്ത പറയുണ്ടാവും. പക്ഷെ എന്നാലും നല്ലൊരു രസമുള്ള സ്പേസാണ്. അപ്പോൾ ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു ജാം റൂം ഉണ്ട്. ഇപ്പോൾ ജാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെയാണ് പ്രാക്ടീസൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും അപ്ന വഴികളും ഉണ്ട്. അവരിപ്പം എല്ലാവരും റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുകളാണ്. ശ്രീനാഥൊക്കെ ആണെങ്കിൽ വോക്കലിസ്റ്റാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ബാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ ഇതെപ്പോഴും ഒരുമിച്ചിട്ടുണ്ട്. പുതിയൊരു പാട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തറവായിട്ട് അതിൽ ഇരിക്കുക. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ബാൻഡിനെ ഇരുത്തി ചെയ്യണമെന്ന്. എനിക്കറിയാം അവരുടെ സമയപരിധി കൊണ്ട് നമുക്കതിന് സാധിച്ചില്ല. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുന്നത്, ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിലുള്ള മ്യൂസിക്കിൽ ഇതായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ശ്രീനാഥ് ആണെങ്കിലും ലിബോയ് ആണെങ്കിലും എല്ലാവരും മിഥുനാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓരോ ഇപ്പം എലേലം കിളിയിൽ ഞാൻ എലേലം കിളിയിൽ തുടങ്ങാം. എലേലം കിളിയിൽ നിങ്ങൾ ആ ഒരു പാട്ട് പ്രത്യേകം അത് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പം എത്രമാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ഈ എല്ലാവരുടെയും? ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ്. ഞാനൊരു മെലഡി വെറുതെ ഹുക്ക് ലൈൻ പറഞ്ഞപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ സ്റ്റേജിൽ പാടിയിരുന്നത് അത് 2-3 തവണ. അപ്പോൾ അത് വർക്ക് ആവുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് എന്നാൽ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പാട്ടുണ്ടാക്കി. അപ്പോൾ ഒരു വീഡിയോ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാളായിട്ട്. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് മഞ്ജു ചേച്ചിയോട് ഈ കാര്യം ഒന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ചേച്ചി യെസ് പറഞ്ഞതോട് കൂടിയിട്ട് ഫുൾ കാര്യങ്ങൾ ഓണായി പെട്ടെന്ന്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു യെസ് കിട്ടുമ്പോൾ നമുക്ക് കുറേ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ അവരുടെ ടീമിലുള്ളവർ ഇൻവോൾവ് ചെയ്തു. ആനന്ദ് മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ, വാഴയുടെയും ഗൗതമൻ്റെ രഥത്തിൻ്റെയൊക്കെ ഡയറക്ടറാണ്. ആനന്ദ് വന്നതോടുകൂടി ഇതിനൊരു ക്ലാരിറ്റി വന്നു, ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായി. നമ്മൾ വിചാരിച്ചത് പോലത്തെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റോറി ആനന്ദ് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പിന്നെ എല്ലാം അവരുടെ ബാക്കി എല്ലാം ആ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ ചേച്ചിയുടെ ടീമിലും ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അത് ഓക്സിജൻ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇത്രയും വലിയ പ്രൊഡക്ഷനിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളെ സ്റ്റൈൽ ചെയ്യാൻ ആൾക്കാർ വരും. ഞങ്ങൾ പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നതെന്നുള്ള മാതിരിയായി. ഡ്രസ്സ് മാറുന്നു, കണ്ണട വയ്ക്കുന്നു. അപ്പോൾ പിന്നെ പാട്ടും ഞങ്ങളെ കുറച്ച് ഒരു ഗ്രാൻഡിയർ വേണം എന്നുള്ളതുകൊണ്ട് എല്ലാവരും ഇരുന്ന് അതിൻ്റെ മുകളിൽ നിറയെ വർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പരിമിതിയിൽ നിന്നും കൊണ്ടുള്ള മാക്സിമം ചെയ്യാവുന്നത് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയായിരുന്നു ഇത് ഷൂട്ടിംഗ് ചെയ്തത്? മധുരയിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആനന്ദ് എന്താണോ ഞങ്ങളോട് പറഞ്ഞത് അതുപോലെ സ്ക്രീനിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ചേച്ചിയുടെ ഒരു ക്യാമിയോ വന്നപ്പോഴേ അതിപ്പോ ആ ലുക്കും ഭയങ്കര എല്ലാരും ചേച്ചി ഒരു ഭയങ്കര ഈ പറഞ്ഞ മാതിരി എനിക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് പ്രസൻസ് ആയിട്ട് തോന്നുന്ന ഒരാളാണ്. അപ്പൊ എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ആരാധനയാണ്. ഇത്രയും സപ്പോർട്ടീവായിട്ട് ചേച്ചി നിൽക്കുന്നു എന്നുള്ളത് വലിയ ഹെൽപ്പാണ്. തീർച്ചയായിട്ടും. മാനത്തെ അമ്പിളി ആ മ്യൂസിക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടു, സിത്തു ഒരു വ്യക്തിയെ എയർപോർട്ടിൽ വെച്ച് കാണുകയും പുള്ളിക്കാരിയുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയും.
അങ്ങനെ കാണാറുണ്ടോ? ഓരോ നമ്മൾ ചെയ്യുന്ന ഓരോ പാട്ടുകൾക്കും പലരും വന്നിട്ട് പറയാറുണ്ടോ അവരുടെ എന്തെങ്കിലും എക്സ്പീരിയൻസിനെ കുറിച്ചും അങ്ങനെ എന്തെങ്കിലും ഒരു ഓരോ പാട്ടും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കണക്ട് ആവുന്നത്. നമ്മൾ ചിലപ്പം ഇപ്പം ഈ മാനത്തമ്പിളി പ്രത്യേകിച്ചും കുട്ടികൾക്കും കുട്ടികളുടെ അത് അതേപോലെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ അവരുടേതായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ഇങ്ങനെ പലതും പറയാറുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ അതൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ പാടുന്നത്. പിന്നെ ചില പാട്ടുകൾക്ക് ഓരോ പാട്ടുകൾ ചരാതുകളാവട്ടെ ഓരോരുത്തർക്കും ഓരോ പാട്ടുകളാണ്. പുലരിപ്പൂ പോലെ ചിരിച്ചു എന്ന് പറഞ്ഞ പാട്ട് അതെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം സ്റ്റേജിലൊക്കെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അതായത് കൂടുതൽ ആളുകൾ കേട്ട പാട്ടുകളാണ് നമ്മൾ പലപ്പോഴും പാടുക. അതെ. അതല്ലാണ്ട് വളരെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിരിക്കും. അത് പലപ്പോഴും നമുക്ക് പെർഫോം ചെയ്യാൻ അവസരം കിട്ടില്ല. അപ്പോൾ അതിന് ഞാനിങ്ങനെ ഈ ഞങ്ങളുടെ ഇൻറ്റിമേറ്റ് സെഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനത്തെ കോൺസേർട്സ് വെക്കും, അൺപ്ലഗ്ഡ് ഒക്കെ. അത് വരുമ്പോൾ ഇതൊക്കെ ആഗ്രഹ പാട്ടുകളൊക്കെ പാടും. ആ ഞാൻ ഏത് വയസ്സിലാ? 1 വയസ്സായിരിക്കും. എൻ്റെ ഓർമ്മയല്ല, ഞാൻ പറഞ്ഞു പറഞ്ഞു കേട്ട് കേട്ടിരിക്കുന്നത്. ആ എൻ്റെ പല്ല് പല്ല് രണ്ട് പല്ലുള്ള വേറൊന്നും അങ്ങനെ എന്തത് ഓക്കെ. എൻ്റെ അച്ഛൻ്റെ ബ്രദർ ഫോട്ടോഗ്രാഫറാണ് കുഞ്ഞുമാമ. അപ്പോൾ എന്താ വെച്ചാൽ മൂപ്പര് നല്ല ഫോട്ടോസ് എടുക്കും. അപ്പോൾ ആ ഏജിലുള്ള കുട്ടികളുടെ പിക്ചേഴ്സിനേക്കാൾ ഭയങ്കര രസമുള്ള കുറേ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. പ്രൊഫഷണൽ ഫോട്ടോസ് ഉണ്ട്. ഇപ്പം നമ്മളെല്ലാവരും കുട്ടികളുടെ എല്ലാം ക്ലിക്ക് ചെയ്യുമല്ലോ. ഇത് എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ചിരിക്കും ഫോട്ടോ കാണുമ്പോൾ അത്രേ. അപ്പം അങ്ങനെ അല്ലാത്തൊരു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ പൊട്ട് മായ്ക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു എല്ലാവരും കൂടി മായ്ച്ചിട്ട് കരയാൻ പറഞ്ഞതാണ്. അപ്പോൾ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ക്യാമറ കണ്ടപ്പോൾ വായ പൊത്തിയതാന്ന് പറഞ്ഞു. അതെല്ലേ ഇത് പാടുന്നത് അത് LKG 4 വയസ്സിൽ പൈനിയർ സ്കൂളില് വെനർണിയിൽ. ഓ ശരി. വെനർണിയിൽ പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു കോമ്പറ്റീഷനിൽ പോയപ്പോഴുള്ളത് അമ്മയുടെ സാരീൻ്റെ കൊണ്ടുള്ള പാവാടയും ബ്ലൗസ്. അത് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. പിന്നെ സെന്റ് പോൾസിക്ക്. സെന്റ് പോൾസ് പൈനിയർ അല്ല, സെന്റ് പോൾസ്. സെന്റ് പോൾസ് ഞാൻ LKG UKG ചെയ്തു. ഞാൻ അവിടെ ആര്യ ചേച്ചി അവിടെയായിരുന്നു. നിങ്ങൾ ഒരുമിച്ചായിരിക്കില്ലേ? ഞാൻ പഠിക്കുമ്പോ അവിടെ ബോയ് ഫ്രണ്ട് ആ വയസ്സിൽ 4 വയസ്സിൽ സാബിത്ത് LKG അതൊക്കെ എവിടെയാണ്? ഞങ്ങളെല്ലാം ഒരു സ്ഥലത്താ താമസിച്ചത്. നിശ്ചയിച്ച് ആ സമയത്ത് അവിടെ അല്ലേ താമസിച്ചത്? അതെ കോഴിക്കോട് പലമ്പുറത്ത്. സാബിത്തിന് എന്റെ ഹായ്, ഇത് ഞാനല്ല ഉണ്ണി. ഞാനും എൻ്റെ കസിൻസും ഇതിൽ ഞാൻ അതുൽ അജൽ, ഈ അതുലും അജലുമാണ് ചേച്ചിയുടെ അച്ഛൻ്റെ ബ്രദറിൻ്റെ മക്കൾ. അങ്ങനെയാണ് ഞങ്ങൾ കസിൻസ് ആവുന്നത്. അതിൽ ഏറ്റവും ചെറുത് വൈശാഖ്. അവരൊക്കെ ഉണ്ടാവണതിന് മുമ്പേ ഞങ്ങളായിരുന്നു കൂട്ട്. ഒരു സിസ്റ്ററും കൂടി ഉണ്ട് ചേച്ചിക്ക്, ആരതി. അത് ലിനുവേട്ടന് ഭയങ്കര വികൃതിയായിരുന്നു. ചേച്ചിയുടെ ശരിക്കും അനിയൻ. സോറി ചേട്ടനല്ലേ അത് എന്നൊക്കെ പറയല്ലേ, ചേട്ടനാണ്. അയ്യോ അത് ഫാൻസി ഡ്രസ്, അമ്മയുടെ കല്യാണ സാരി. അത് മടക്കി അടിച്ചിട്ടുള്ള ഫാൻസി ഡ്രസ്. അച്ഛമ്മ അച്ഛനും അല്ലേ നോട്ടെ. ആ അച്ഛമ്മ അച്ഛനും സൈഡിൽ ചെമ്മയുണ്ട്, അച്ഛനുണ്ട്. കേക്ക് ഞാൻ എല്ലാ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു 7th ഒക്കെ എത്തണ വരെ കേക്കൊക്കെ മുറിക്കുമായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്ത് വരുന്ന ആ കേക്കാ. ഭയങ്കര രസമാണ് വീട് കാണാനായിട്ട്. സിത്തുൻ്റെ ആ തറവാട് വീട് ഭയങ്കര രസമായിരുന്നു. അവിടെ എല്ലാവരുടെയും കേക്ക് മുറിക്കുമ്പോൾ ഞങ്ങൾ 4 കസിൻസാണ് അവിടെ താമസിക്കുന്നവരുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേക്ക് ഏതാണ്ട് എല്ലാവരെയും ഒരുമിച്ച് ഇപ്പോൾ ഞങ്ങൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ടാണ് ബർത്ത്ഡേ. അപ്പം അരിമാമയും ഒക്കെ അവരുടെ അച്ഛനൊക്കെ ദുബായിലായതുകൊണ്ട് വരുന്ന സമയത്ത് ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറയും. അപ്പം എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ നിങ്ങളുടെ വീട്ടിലെ എല്ലാ കുട്ടികളെയും ഞായറാഴ്ചയാണോ ബർത്ത്ഡേ ആഘോഷിക്കണേ? എന്നിട്ട് ഞങ്ങൾ ഒരേപോലത്തെ കേക്ക് 4 പൂക്കളൊക്കെ ഇട്ട് പേരൊക്കെ എഴുതിയിട്ട് അങ്ങനെയൊക്കെ കേക്ക് കട്ടിയായിരുന്നു. ഗൾഫിൽ നിന്ന് വരുന്ന ആളുടെ സൗകര്യത്തിന്. ഇത് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഒരു പത്ര കട്ടിങ് അല്ലേ? പത്രം കട്ടി. അത് അമ്മ ഇങ്ങനെ കഷ്ണം മുറിച്ച് എല്ലാം പേപ്പർ കട്ടിങ്സ് ആ സമയത്ത് എടുത്ത് കലതിലകം അല്ലേ? കലതിലകത്തിന്റെ കണ്ണു പിടിക്കുന്നില്ല, ഏത് ഇയറാന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഇതിനകത്ത് വരരുത്. എനിക്ക് പിടിക്കുന്നില്ല. അപ്പൊ എന്റെ ചേച്ചിയുടെ അവസ്ഥ ഞാൻ അവിടുന്ന് ഇങ്ങനെയൊക്കെ നോക്കും, എന്താ അവിടെ കാണിക്കുന്നത്? അത് കോളേജ് ഇന്റർസോൺ കലാതിലകായിരുന്നു എൻ്റെ ഫോട്ടോ, കുച്ചിപ്പുടിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി.
Very famous. മമ്മൂക്കയുടെ ഫോട്ടോ. ഈ ഫോട്ടോ എൻ്റെ മുഖം കണ്ടാലറിയാം. ചിരിച്ചിട്ട് ഞാൻ ചെവി വരെ എത്തിയിട്ടുണ്ട് എൻ്റെ ചിരി. അതായത് മോഹമുന്തിരി പാടിയിട്ടുള്ള അതിൻ്റെ ഇവൻ്റാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ സംസാരിക്കാൻ വേണ്ടി എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ മമ്മൂക്കയുടെ കടുത്ത ആരാധികയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഫോട്ടോ എടുക്കാൻ നേരത്ത് ആ സമയത്ത് ഫോട്ടോ എടുക്കണ്ടേ എന്ന് ചോദിച്ചു മമ്മൂക്ക ഇങ്ങനെ. അപ്പോൾ ആ സമയത്ത് മമ്മൂക്ക തന്നെയാണ് എൻ്റെ ഫോൺ മേടിച്ചിട്ട് എനിക്ക് ഫോട്ടോ എടുത്തത്. എനിക്കിങ്ങനെ സർവ്വനാടി തളർന്നിട്ട് എനിക്ക് ചിരിയുണ്ട്. ഞാൻ ഇത്ര ചിരിച്ചിട്ട് അല്ല എൻ്റെ ഉള്ളിലത്തെ സന്തോഷം ആ മുഖത്തുണ്ട്, തിളങ്ങുണ്ട് ഞാൻ. SPB സാറിൻ്റെ കൂടെ അത് കാനഡയിലുള്ള ഒരു കോൺസേർട്ടായിരുന്നു. അത് ആക്ച്വലി തമിഴ്, മലയാളം, തെലുഗു എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം മലയാളത്തിൽ നിന്ന് ഒരു സിംഗർ, തമിഴിൽ നിന്നൊരു സിംഗർ, തെലുഗു പാടുന്ന ഒരു സിംഗർ, ഫീമെയിൽ സിംഗേഴ്സ്, യങ്സ്റ്റേഴ്സിനെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഗോപി സുന്ദർ, അത് ഗോപിച്ചേട്ടൻ്റെ റെക്കോർഡിങ്സ് ഒരുപാട് ആ സമയത്ത് പാട്ടുകൾ നിറയെ. ഇപ്പം പറഞ്ഞ മാതിരി വാനമകലുന്നുവോ, ഈ പാട്ടില്ലേ നീ മുകിലോ, മോഹമുന്തിരി, ബാബുവേട്ട, ഇതൊക്കെ അടുപ്പിച്ച റെക്കോർഡ് ചെയ്യണതേ. കുറേ റെക്കോർഡിങ്സ് നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്ത പിക്ചർ. ചെറുതല്ലേ അത്, കുഞ്ഞുമണിയാ. സായുവിന് ഒരു നാട്ടില് അത് മറ്റേ ബോൾഗാട്ടിയിൽ പോയിട്ട് ഞങ്ങൾ ഓണത്തിന് അവളുടെ മുട്ടയൊക്കെ അടുപ്പിച്ച സമയത്ത് അത് രമ്യ നമ്പീശനും ഞാനും കൂടെ. അത് ടൈം സ്ക്വയറാ. ടൈം സ്ക്വയറിൽ ആരും നോക്കാനില്ലല്ലോ, എന്താ ചെയ്യേണ്ടത്, എന്ത് തോന്നിയാസം ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ നോക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പലതരം ഈ സ്പൈഡർമാൻ്റെ വേഷത്തിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രാത്രി അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ യോഗയും ഡാൻസും ആണ് അവിടെ ചിലവാൻ നല്ലത്. ഞങ്ങൾ ഇങ്ങനെ പോയിരുന്നപ്പോൾ കുറച്ച് നേരം പിഷാരടി ഞങ്ങളെ കൊണ്ട് ഇത് കളിപ്പിച്ചു, തിരുവാതിരയും പിന്നെ കുറച്ച് നേരം മറ്റത് അങ്ങനെ അതില്ലേ, അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. അത് നല്ലൊരു ഷോ ആയിരുന്നു. MG ശ്രീകുമാർ സാറിൻ്റെ പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഞങ്ങൾ വൈകിട്ട് ന്യൂയോർക്കിൽ ഇങ്ങനെ ഭയങ്കര ആരെന്ത് ചെയ്താലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബോധറിയില്ല. ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. ഇത് മിഥുൻ ജയരാജ എൻ്റെയും മറ്റേ ഒരേപോലത്തെ എക്സ്പ്രഷൻ. അത് ആരാണോ എടുത്തത് വെച്ചാൽ അടിപൊളിയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും എന്തിപ്പോ ചെയ്യതെന്നുള്ള ടെൻഷൻ അടിച്ച് നിൽക്കണം. ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിന്റെ അന്നുള്ള ഇന്ദു ഞാൻ മിത്തു എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഇന്ദു. അതായത് അവളൊരു ഭയങ്കര ഹാപ്പി കിഡാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഞാൻ ഇന്ദുവിനെ വിളിക്കും. അത് ഇങ്ങോട്ട് വണ്ടിയിൽ കയറി ഇരുന്നോളും. ഞങ്ങൾ ഡ്രൈവ് പോകും, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, അതോടെ ഇല്ലാണ്. അല്ലെങ്കിൽ കുറച്ച് ഷോപ്പ് ചെയ്യും. എന്നിട്ടേ ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാവുന്ന അതന്നെ അവർ തന്നെയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് സർക്കിൾ എന്ന് പറഞ്ഞ സ്ത്രീകൾ, ഫീമെയിൽ ഫ്രണ്ട്സ് എന്ന് പറയില്ലേ. എല്ലാവരും ഓരോ കാലഘട്ടത്തുള്ളതാണ്. ഗായത്രി എൻ്റെ PGക്ക് ഉണ്ടായിരുന്ന ഫ്രണ്ടാണ്, മായ ഡിഗ്രിക്ക്, ഇന്ദു ഓഫ് കോഴ്സ്, ശ്രീജ ഏട്ടൻ്റെ ഫ്രണ്ടായിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ടായതാണ്, ഷഗ്ന ശ്രീജയുടെ ഫ്രണ്ടാണ്. അങ്ങനെ 1-2 പേരും കൂടി ഉണ്ട് എനിക്ക് ഫ്രണ്ട്സായിട്ട്. ഇതാണ് ഏറ്റവും സ്ട്രോങ്. എങ്ങനെയാണ് ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ അതിങ്ങനെ ഉണ്ടാവുകയാണല്ലോ ചേച്ചി. അതിപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ എന്തൊക്കെയാണ് അത് സസ്റ്റെയിൻ ആവുക എന്നുള്ളതും ആരാണ് നിൽക്കുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് അങ്ങനെ സംഭവിച്ച ചില ആൾക്കാർ ഭയങ്കര, ഇവരോടും ഞാൻ ഓൺ ഡെയിലി ബേസിസ് സംസാരിക്കാറ് പോലുമില്ല. വല്ലപ്പോഴും ഒരു മെസ്സേജ് അയച്ചാൽ പോലും ഇനഫാണ്. അത് അവർക്ക് അറിയാം എവിടെയാണ് നിർത്തി എവിടെയാണ് തുടങ്ങിയെന്നുള്ളത്. ഗായത്രിയൊക്കെ വളരെ ഒരു പല ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ ഒരു പാറ്റേണേ അല്ല അവരുടെ ജോലിക്കൊന്നും. പക്ഷേ എല്ലാവരും വളരെ എന്താ പറയുക, ഇൻറ്റൻസ് ആയിട്ടുള്ള തോട്ട്സും നല്ല കുറേ ആലോചനകളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ട്, മിക്കവാറും ഇപ്പോൾ അത് കൊച്ചിയിലാണ്, എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടി വരും. എന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഡ്രൈവൊക്കെ പോയിട്ട് വരും. ഇതേമാതിരി ഒരു സ്ട്രോങ് ഫാമിലി ബോണ്ടിങ് ഉള്ളത്. ശാന്തി ഇതിലുണ്ട്, ആ ഫോട്ടോയിൽ ഇല്ലാത്ത ആള്. ലക്ഷ്മിയും ശാന്തിയാണ് 2 പേര് വേറെ. ഇത് ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് സമാധാനമാവാൻ വേണ്ടി ഇരുന്ന് വർത്താനം പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനും കൂടുന്നു. സംഗീതം എന്നാൽ ലൈഫ് തന്നെയാണ്. ഒരു വാക്കിൽ സിത്താര. ഇഷ്ടപ്പെട്ട ഗായകൻ ഗായിക. ഡിഫിക്കൽട്ടാണ്. വീണ്ടും പാടാൻ ആഗ്രഹമുള്ളൊരു പഴയ പാട്ട്. എനിക്കറിയാം ബാബുരാജ് സാറിന്റെ വലിയൊരു ഫാനാന്ന് എനിക്കറിയാം.
വീണ്ടും പാടാൻ ആഗ്രഹമുള്ള പഴയ പാട്ട് അങ്ങനത്തെ ഏതെങ്കിലും പാട്ടായിരിക്കും. ബാബുക്കട പാട്ടുകൾ ബാബുക്കയുടെ ഏതെങ്കിലും. പാട്ടുകളായിരിക്കും. സ്റ്റേജ് ഷോ അല്ലെങ്കിൽ സ്റ്റുഡിയോ? ബോത്ത്. ബോത്ത്. അടുത്തൊരു നെക്സ്റ്റ് ഫ്യൂച്ചർ പ്രൊജക്റ്റ് എന്താണ് സിതു? ഒരു ഫ്യൂച്ചർ നിങ്ങളുടെ പ്രൊജക്ട് ബാർക്കിസിന്റെ ഫ്യൂച്ചർ പ്രൊജക്ട്? ഒരു എന്താ പറയുക, വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇപ്പം എന്താ ഞാൻ എങ്ങനെ പറയുക, അത് അനൗൺസ് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് ഞാനൊരു ഗ്രൂപ്പ് ഓഫ് മ്യൂസിഷ്യൻസിന് അവരിങ്ങനെ ആർപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള അവരുമായിട്ട് നമുക്ക് ഇവിടുന്ന് ട്രഡീഷണലി ഉള്ള ഈ എത്തനിക് ആയിട്ടുള്ള കുറച്ച് ഈണങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് അവർ. അപ്പം അതിന്റെ മുകളിൽ വർക്ക് ചെയ്യാനുള്ളൊരു പ്ലാൻ, അതാണ് സോളിഡ് ആയിട്ടുള്ള പ്ലാൻ. ഫണ്ണിയസ്റ്റ് മിസ്പ്രൊനൗൺസിയേഷൻ യു ഹാവ് ഡൺ വൈൽ സിംഗിങ്? ഞാനോ? എനിക്ക് ഇന്നലത്തെയൊക്കെ പ്രോഗ്രാം ഓർമ്മ. എനിക്ക് അരവിന്ദ് ഇവിടെ നിൽക്കും കൂടി ചെയ്യണോണ്ടേ അണ്ടർ ചൂട് കണ്ട മനസ്സിലായോ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അത് പാടുമ്പോൾ ഒരു പോക്കുണ്ട്. ആ വാക്കുകളൊക്കെ ഇങ്ങനെ ആ സ്പീഡും നോട്ടത്തിന്റെ സ്പീഡും കൂടി മാച്ച് ആവില്ല ഈ ടാബിലെ നോട്ടം കൂടി. പിന്നെ അങ്ങോട്ട് വരടാതെ അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെയാണ്. One awkward fan request you secretly survived? ഓക്വേർഡ് ഫാൻ റിക്വസ്റ്റോ? അങ്ങനെ കുറേ ഉണ്ടാവും. ഓക്വേർഡ് ഫാൻ റിക്വസ്റ്റുകൾ ഒരുപാട് ഉണ്ടായിരിക്കും. ലൈക്ക് ഓക്വേർഡ് ഇൻ ദ സെൻസ് അങ്ങനെ പറയാൻ പറ്റില്ല. യു നോട്ട് കോൾ ഇറ്റ് വിയേർഡ് ഓർ ഓക്വേർഡ്, അങ്ങനെയല്ല. അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇൻസിഡൻറ്റ് ഓക്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണല്ലോ. സ്ട്രേഞ്ച് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. ചില കുട്ടികൾ നമ്മൾ ഭയങ്കര സ്നേഹമായിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ആ വെന്യൂ മുതൽ നമ്മുടെ ഹോട്ടൽ വരെ നമ്മൾ അറിഞ്ഞില്ല. ഈ കുട്ടി വണ്ടിയുടെ ബാക്കിൽ ഓടി ഓടി വന്നു ഹോട്ടൽ വരെ. ഇപ്പൊ എല്ലാ സ്ഥലത്തും വരും അവൻ. ഇപ്പൊ നമ്മുടെ ബാൻഡിന്റെ ഒരു ഭാഗമായി. അന്ന് വന്നതാ. പിന്നെ എല്ലാ ചേച്ചി ഹലോ എല്ലാം അങ്ങനെയുള്ള ആൾക്കാരില്ലേ. അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഓഡിയൻസിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു കുട്ടി ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ എന്താ മോളെ വെച്ചപ്പോൾ എൻ്റെ കയ്യിലൊരു കമ്മൽ വെച്ച് തന്നിട്ട് പോയി. അങ്ങനെയൊക്കെയുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ ഭയങ്കര ബർത്ത്ഡേക്കൊക്കെ അത്ര എഫേർട്ട് എടുത്തിട്ടുള്ള ഗിഫ്റ്റുകൾ കൊണ്ടാക്കിയ. ഞാൻ എന്നിട്ട് പറയും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അതിന് ടാറ്റു ചെയ്യണതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയും എന്നിട്ട് അങ്ങനെ ചെയ്യരുത്. കാരണം അവർക്ക് ഒരു തീരുമാനം ആവുന്നതിന് മുമ്പുള്ളൊരു ഇഷ്ടത്തിന്റെ മുകളിലാണ് ഇതൊക്കെ ചെയ്യണത്. അങ്ങനെ പേര് അപ്പോൾ എന്നിട്ട് ഭയങ്കര അഭിമാനത്തിൽ കാണിച്ചു തരും എനിക്കിങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അത്. പിന്നെ ചില ആൾക്കാർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ളവരുണ്ട്, ചില ആൾക്കാർ ഭയങ്കര സ്നേഹവും ഒക്കെ ആയിട്ട്, അങ്ങനെ പലതരം ആൾക്കാർ. One emotion that defines your voice? മൈ വോയിസ് അല്ലേ? അങ്ങനെ ഇല്ല. സിനിമ പാട്ടൊന്നും വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഗേജ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇല്ല. എൻ്റെ വോയിസ് ഒരു എന്താ പറയുക, നമ്മുടെ സെൽഫ് ടൈമൊക്കെ ഇല്ലേ, അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് വേണ്ടിയിട്ട് പാടുന്ന സമയത്ത് റോ ആയിട്ട് അങ്ങനെയുള്ള നമ്മുടെ ഒരു പോളിഷ്ഡ് അല്ലാത്തൊരു സെൽഫ് ഉണ്ടായിരിക്കില്ലേ നമുക്കൊക്കെ, നമുക്ക് മാത്രം അറിയണം. എനിക്ക് എൻ്റെ വോയിസ് അതാ. എനിക്ക് പ്രീ റിച്വൽസ് വല്ലതും ഉണ്ടോ സ്റ്റേജിലോട്ട് കയറുന്നതിന് മുമ്പ്? ഓഫ് കോഴ്സ് അതൊരു കുറേ പാറ്റേൺസ് ഉണ്ട് ചേച്ചി, കുറേ കാലങ്ങളായിട്ട് ശീലിച്ചത്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ഷോ കഴിഞ്ഞ് വന്നാൽ ഒന്ന് ഗാഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ഷോന് പോണതിന് മുമ്പ് വാമപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചൂടുവെള്ളം എടുത്ത് വയ്ക്കുക, ഒരു ധൈര്യമാണ്. ഏലാതി ഇല്ലേ, അതിന്റെ ആളാ ഞാൻ. ഏലാതി ഉണ്ടായ എന്തോ ശക്തി വരണ വരെ എൻ്റെ മനസ്സിൽ. അതിന് പകരം വേറെ എന്ത് സാധനമായിട്ടും കാര്യമില്ല ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടെക്കി കുട്ടിയുണ്ട്, അവൻ എന്നോട് പോകുമ്പോൾ കുറെ ഏലാതി പോകരുത് സാരത. അതെനിക്കൊരു സന്തോഷം, അത് കിട്ടുമ്പോ ഒരു സമാധാനം. രാഗ that feels like home? യമൻ. One word that defines music for you? One word that defines music for you? ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസം. ലൈഫും മ്യൂസിക്കും എനിക്ക് അങ്ങനെ എന്താ പറയുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒന്നാണ്. അത്രേ ഉള്ളൂ. ആൾക്കാർ ഇത് ഈ ഫിലോസഫി ഒക്കെ പറയുമ്പോഴേക്കും അല്ല, അങ്ങനെ തള്ളി മറിക്കേണ്ട കാര്യമില്ല. ഇൻഫാക്ട് എനിക്കിത് വളരെ എന്താ പറയുക, ഒരു ലൈഫിൻ്റെ പാർട്ടാണ്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എന്നാൽ ഞാൻ കൂടുതൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലിസണർ എന്നുള്ള രീതിയിലാണ് കൂടുതലും. പെർഫോമർ എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആണ്, ആർട്ടിസ്റ്റ് എന്നുള്ളതൊക്കെ സെക്കൻഡറി. അതിലൊക്കെ അപ്പുറം മ്യൂസിക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതുണ്ടല്ലോ. ഇപ്പോൾ ചേച്ചി പറഞ്ഞ മാതിരി പാട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റുക ഒരു. അതെ തീർച്ചയായിട്ടും. സായുവിന് ഏറ്റവും
ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാ സിത്തുവിൻ്റെ? എൻ്റെയോ? അവൾ പാടി കിടക്കുന്ന കേൾക്കും അല്ലെങ്കിൽ മൂളി കിടക്കുന്ന പുലരിപ്പൂ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ആ, പുലരിപ്പൂ ഇഷ്ടമാണ്. പിന്നെ എല്ലാ പാട്ടും പിന്നെ അവൾക്ക് വേറെ പാട്ടുകൾ ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. അവളിങ്ങനെ ചില പാട്ടുകൾ ചില എക്സസൈസ് ഒക്കെ ഇങ്ങനെ പാടി നോക്കും. ചില റിഫ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും വോയിസിൽ. അപ്പം ഞാൻ ചില സമയത്ത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടാവും അവളുടെ സിംഗിങ്ങിലേ. പഠിക്കണല്ലേ ഉള്ളൂ, ഒരു ചെറിയ പ്രാക്ടീസ് ഒക്കെ ചെയ്യണതായിട്ടല്ലോ. ആ പ്രായത്തിലുള്ള മടിയൊക്കെ ഉണ്ടേ. 5 മിനിറ്റൊക്കെ പ്രാക്ടീസ് ചെയ്ത് തളർന്നിട്ടൊക്കെ വരണതാണ്. ഈ എനിക്ക് കയ്യെന്നൊക്കെ പറയാം. പിയാനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എത്ര നേരമായി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നുമില്ല. ടിങ് ടോങ് അങ്ങനെ 2 ശബ്ദം കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഇതാണോ കുഞ്ഞുമണി പ്രാക്ടീസ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഒരു അമ്മമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അമ്മമ്മ ഞാൻ എത്ര പ്രാക്ടീസ് അങ്ങനെ പറയും. പക്ഷെ ചില സമയത്ത് അവൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലത് പാടുമ്പോൾ നമുക്ക് നല്ല കൗതുകം. അപ്പം തന്നെ എന്നെ കൊണ്ട് കൂടെ പാടിക്കും. എന്നിട്ട് എന്നോട് ഒരു പ്രാവശ്യം പറയാ വണ്ടിയിൽ പോകുമ്പോഴേ ഇവള് ഏതൊരു ഇംഗ്ലീഷ് സോങ് പാടുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ പാട്ട് കേട്ടോ അമ്മ, ഈ സാധനം കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു സംഗതിയായിട്ടാണ് കേൾക്കണം. ഞാനത് അങ്ങനെ എനിക്ക് മനസ്സിലാവണുള്ളൂ. അപ്പം ഞാനത് പാടിയിട്ടോ. അപ്പം ഇങ്ങനെ നോക്കണ്ടായിരുന്നു ഇങ്ങനെ എന്നല്ലേ. അതെ, അത് അമ്മേൻ്റെ ഈ നാടൻ പാട്ടും മാപ്പിള പാട്ടൊന്നും മാതിരി അല്ല കേട്ടോ അത്. ഞാൻ ഇറങ്ങ എൻ്റെ വണ്ടി ഇത് എൻ്റെ വണ്ടി കയറിയിട്ട് അപ്പൊ അങ്ങനെ ആരും എന്നുള്ള കുണുക്കൊന്നും ഇല്ലായിരുന്നു അതൊക്കെ അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വോയിസ് ട്രെയിനർ ഉണ്ട് മാം എനിക്ക് എക്സസൈസ് ആയിട്ട് കുറേ ഇംഗ്ലീഷ് സോങ്സ് തരുവേ. ഈ പോപ്പ് മ്യൂസിക്കിൽ കുറേ സോങ്സ് തരുമ്പോൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ മാമിനോട് പറയും ഞാൻ ആ കാലത്ത് ആ കുട്ടി പറയണത് കേട്ടിട്ട് പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ചക്രശ്വാസം വലിക്കേണ്ടി വരില്ല അങ്ങനെ. മോഹൻലാൽ ഓർ മമ്മൂട്ടി തന്നെയാണ്? ഞാൻ മമ്മൂക്ക ഫാനാണ് പറഞ്ഞല്ലോ. വിധു പ്രതാപ് ഓർ ജ്യോത്സ്ന? അയ്യോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. രണ്ടുപേരും എനിക്ക് ഒരേപോലെ. എന്നെ ചിന്നു ഭയങ്കരമായിട്ട് ഒരു പേഴ്സണലി ഇമോഷണലി എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുള്ളൊരു സുഹൃത്താണ്. വിധു ചേട്ടനാണെങ്കിൽ എന്താ പറയുക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗഹൃദങ്ങളിൽ ഒന്നെന്ന് പറയില്ലേ, അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി സ്പേസ് ആണ് വിധു ചേട്ടൻ. അപ്പോൾ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നാണ്. അലൻ ജോസ് പെരേര ഓർ ആറാട്ടൻ? രണ്ടാളുടെ ഫാനാ ഞാൻ. സിത്തു ലാസ്റ്റോടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിത്തുവിന് ഹേറ്റേഴ്സ് കുറവാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേറ്റേഴ്സ് ഇൻ എ വേ ട്രോൾസ് കുറഞ്ഞ ഇതോടുകൂടി ആയിരിക്കും നമ്മൾ ഈ പോഡ്കാസ്റ്റോട് കൂടി കുറേ ഹേറ്റേഴ്സ് ട്രോൾസ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു ആദ്യം മുതലേ സിത്തുവായിട്ട് ആണ് എല്ലാ പ്ലാറ്റ്ഫോമിലും സിത്തുവിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് വരുമല്ലോ, ഒബ്വിയസ്ലി വരുമല്ലോ. എനിക്ക് തോന്നുന്നു ഒത്തിരി പലർക്കും വരുന്ന അത്രയും സിത്തുവിന് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും വരുന്നതിനെ എല്ലാം വായിച്ചു നോക്കാറുണ്ടോ? അതോ വായിച്ചു നോക്കിയിരുന്നൊരു സമയമുണ്ട് ചേച്ചി. വായിക്കുമെന്ന് നമ്മൾ കണ്ണിൽ പെടുന്നതൊക്കെ വായിക്കും. കണ്ടന്റ് ഭയങ്കര കൂടുതലല്ലേ ഇപ്പോൾ, ഒരുപാടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ എല്ലാം ഒന്നും വായിക്കാൻ പറ്റില്ല. വന്ന് പെടുന്നത് ഇങ്ങനെ വായിക്കും. ഞാൻ അത്ര ഗൗരവത്തോടെ എടുക്കാറുമില്ല. അതിൻ്റെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവർ എത്ര മാത്രം ഗൗരവത്തോടെ ചെയ്യണമെന്നുള്ള എനിക്ക് എപ്പോഴും സംശയമുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ ആ സമയത്ത് തോന്നുന്ന പോസിറ്റിവിറ്റി, നെഗറ്റീവ് ആണെങ്കിലും ആ സമയത്ത് അവർക്ക് അതാണ് എഴുതാൻ തോന്നുന്നത്. ചില ആൾക്കാർക്ക് അതൊരു എക്സസൈസ് പോലെയാണ്. അന്ന് 2 നെഗറ്റീവ് ഒരു സെറ്റ് പറഞ്ഞേക്കാം. എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അബ്യൂസീവ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, ഇത് എഴുതുന്ന ആൾക്കാർ ആലോചിക്കില്ല. അവരുടെ ഫാമിലിയൊക്കെ കാണുമ്പം നമ്മുടെ ഫാമിലി അല്ല, അവരുടെ ഫാമിലി കാണുമ്പോൾ വിചാരിക്കില്ല ഈ എൻ്റെ വീട്ടിലുള്ള ആൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണോ. അപ്പം അങ്ങനെ അവർക്ക് തോന്നുന്നു. അപ്പം ചിലർക്ക് പേരൊക്കെ ഉള്ള ആൾക്കാരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അവർക്കൊക്കെ ഈ ഫാമിലി ഉണ്ട്, അവരുടെ ഫാമിലി ഫോട്ടോ അവരിടുന്നുണ്ട്. പക്ഷെ ഇത് ആരും കാണില്ല എന്നൊക്കെയുള്ളൊരു ധാരണ, ഇതിനോട് ഒരു അങ്ങനെ ഒരു അറിവില്ലായ്മ എന്നാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും അങ്ങനെ ഞാൻ കാര്യമായിട്ട് എടുക്കാറില്ല. പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം അതിന് സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. അത് നമുക്ക് നേരിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എന്ത് കറക്ഷൻസ് ഒക്കെ പറയണം, അതൊക്കെ ഞാൻ ഗൗരവത്തോടെ എടുക്കും. അതല്ലാണ്ട് ചുമ്മാ വെറുതെ പറയണത് അങ്ങനെ അത് ഫോളോ ചെയ്യാറില്ല. സിതു, ഞാൻ റാപ്പപ്പ് ചെയ്യാണേ. അതിട്ടല്ല. സിതു, ഞാൻ ഭയങ്കര പ്രൗഡാണ് സിത്തുവിനെ എൻ്റെ ഫ്രണ്ടിൽ ഇരുത്തി എനിക്കിങ്ങനെ ഒരു സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഞാൻ അങ്ങനെ ആക്ച്വലി ആലോചിച്ചിരുന്നില്ല. പക്ഷേ ഐ എം റിയലി പ്രൗഡ് ദാറ്റ് ഒരു വലിയൊരു ഫേമസ് സിംഗറാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. മോർ ദാൻ യു ആർ മൈ സിസ്റ്റർ, യു നോ. സോ ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ കുഡ് ഷെയർ ദ സ്പേസ് വിത്ത് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ all the future projects. I am equally proud ചേച്ചി. കാരണം ഇപ്പോൾ ഇത്രയും കൂട്ടത്തിൽ എന്നെ ഏറ്റവും ആദ്യം കണ്ടിട്ടുള്ള ആൾ ചേച്ചിയായിരിക്കും ആ ഒരു സമയം മുതലേ. അപ്പോൾ ഇവർ
എന്നെക്കാട്ടിലും മൂത്ത രണ്ട് രണ്ട് എൻ്റെ കസിൻസ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കളിക്കുന്നതും അവരുടെ എന്താ പറയുക ഭയങ്കര രസമുള്ള കുറേ കൂട്ടായിരുന്നു അവർക്ക്. അത് ഞാൻ നോക്കി നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ, കുറേ ഒത്തിരി കൂടി ചെറുതായിട്ട് 2 വയസ്സോ 3 വയസ്സോ ചെറുതായിട്ട്. അപ്പോൾ അവിടുന്ന് ആ സമയത്തു നിന്നൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് മേ ബി ചേച്ചീനെ ഇൻവൈറ്റ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിലും ഇവിടെ ഒരു ഇവന്റ് അങ്ങനെ പ്രതിവേട്ടനും ചേച്ചിയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഇവന്റ് ഒന്നിലധികം തവണ വന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്നതിലൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ തരത്തിൽ സക്സസ് എന്നല്ല ഞാൻ അതിനെ പറയണത്, ഇങ്ങനെ എന്തൊക്കെയോ തരത്തിൽ നമ്മൾ ചില അച്ചീവ്മെന്റ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹാപ്പിനെസ് ഉണ്ടാക്കണേൽ ഐ എം വെരി വെരി പ്രൗഡ്. നമ്മുടെ പാരൻസും ഭയങ്കര സന്തോഷമായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി, താങ്ക് യു.